ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ സഞ്ചരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ട് പിന്നിലേക്കാണ്. ബ്രിട്ടീഷ് ഭരണം അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്. നമ്മൾ ചെല്ലുന്നത് ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലേക്കാണ്. ബംഗ എന്നു പേരുള്ള ഒരു കൊച്ചു ഗ്രാമം. പക്ഷേ നമ്മുടെ കഥ ഈ ഗ്രാമത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇതവിടെ ജനിച്ച് വെറും 23 വർഷം മാത്രം ജീവിച്ച് ഒരു വലിയ സാമ്രാജ്യത്തെ വിറപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ഭഗത് സിംഗ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടിവരുന്നത് തീക്ഷ്ണമായ കണ്ണുകളുള്ള, കട്ടിയുള്ള മീശയുള്ള, തലയിലൊരു തൊപ്പിയണിഞ്ഞ ഒരു ധീരനായ വിപ്ലവകാരിയുടെ ചിത്രമാണ്. പക്ഷേ ആരായിരുന്നു യഥാർത്ഥത്തിൽ ഭഗത് സിംഗ്? തൂക്കുമരത്തിലേക്ക് പുഞ്ചിരിയോടെ നടന്നുപോയ ഒരു സാഹസികൻ മാത്രമായിരുന്നോ അദ്ദേഹം? അതോ അതിലും വലുതായ എന്തെങ്കിലുമായിരുന്നോ? ഇന്നത്തെ ഈ യാത്രയിൽ നമ്മൾ ഭഗത് സിംഗിൻ്റെ ജീവിതത്തിലെ പല നിർണായക നിമിഷങ്ങളിലൂടെയും കടന്നുപോകും. വയലിൽ കളിപ്പാട്ടങ്ങൾക്ക് പകരം തോക്കുകൾ മുളപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ചിന്തകളിൽ നിന്ന് നമ്മൾ തുടങ്ങും. പിന്നീട് പുസ്തകങ്ങളുടെ ലോകത്ത് നിന്ന് വിപ്ലവത്തിൻ്റെ തീവ്രമായ വഴികളിലേക്ക് അദ്ദേഹം എങ്ങനെ ചുവടുവെച്ചു എന്ന് നമ്മൾ ഇന്ന് കാണും. ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ബധിരമായ കാതുകളിൽ ഒരു ശബ്ദമെത്തിക്കാൻ പാർലമെൻറ്റിൽ പുകബോംബെറിഞ്ഞ ആ നിമിഷത്തിൻ്റെ ഉദ്വേഗം നമ്മൾ അറിയും. കോടതി മുറികളെ ഒരു നാടകവേദിയാക്കി മാറ്റി തൻ്റെ ആശയങ്ങൾ രാജ്യമെമ്പാടും പ്രചരിപ്പിച്ച ആ ബുദ്ധികൂർമ്മത നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒടുവിൽ താൻ മരിച്ചാലും തൻ്റെ ആശയങ്ങൾ മരിക്കരുത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് മരണത്തെ നിർഭയമായി നേരിട്ട ആ 23 വയസ്സുകാരൻ്റെ അവസാന നിമിഷങ്ങളിലേക്കും നമ്മൾ സാക്ഷ്യം വഹിക്കും. ഇതൊരു സാധാരണ ചരിത്രകഥയല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. സ്വാതന്ത്ര്യം എത്രമാത്രം വിലപ്പെട്ടതാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 1907 സെപ്റ്റംബർ 28-നാണ്. അന്നാണ് ബംഗ ഗ്രാമത്തിലെ ഒരു സിഖ് കർഷക കുടുംബത്തിൽ കിഷൻ സിംഗിനും വിദ്യാവതിക്കും ഒരാൺകുഞ്ഞ് പിറക്കുന്നത്. ഭാഗ്യമുള്ളവൻ എന്നർത്ഥം വരുന്ന ഭഗത് എന്ന പേര് അവർ അവനിട്ടു. പക്ഷെ ആ ഭാഗ്യം അവൻ ഒരുപാട് സമ്പത്തോ സുഖസൗകര്യങ്ങളോ കൊണ്ടുവരുമെന്ന അർത്ഥത്തിലായിരുന്നില്ല ആരും കണ്ടത്. ആ കുടുംബത്തിന് ഭാഗ്യമെന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമായിരുന്നു. കാരണം ഭഗത് സിംഗ് ജനിക്കുന്നത് ഒരു സാധാരണ കർഷക കുടുംബത്തിലല്ല, മറിച്ച് സ്വാതന്ത്ര്യസമര പോരാളികളുടെ ഒരു കുടുംബത്തിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കിഷൻ സിംഗും 2 അമ്മാവന്മാരായ അജിത് സിംഗും സ്വരൻ സിംഗും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സജീവമായി പോരാടുന്നവരായിരുന്നു. ഭഗത് ജനിക്കുന്ന ദിവസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മാവന്മാരും ജയിലിൽ നിന്ന് മോചിതരാകുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ അതൊരു ഇരട്ടി മധുരമുള്ള ദിവസമായിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി എന്താണ് കേട്ടു വളരുന്നത്? കളിപ്പാട്ടങ്ങളുടെ കഥകളോ രാജകുമാരിമാരുടെ സങ്കല്പങ്ങളോ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ചുറ്റും. മറിച്ച് രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളും ബ്രിട്ടീഷുകാരുടെ ക്രൂരതകളെക്കുറിച്ചുള്ള ചർച്ചകളും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ പോലും സാധാരണക്കാരല്ല, മറിച്ച് നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. കുഞ്ഞു ഭഗത് അവരുടെ സംഭാഷണങ്ങൾക്കിടയിലൂടെ ഓടിക്കളിക്കുന്നു. ചിലപ്പോൾ സംഭാഷണങ്ങളുടെ ഗൗരവം അവന് മനസ്സിലാകില്ല. പക്ഷേ ആ വാക്കുകളിലെ തീയും ആ മുഖങ്ങളിലെ ദൃഢനിശ്ചയവും അദ്ദേഹം അറിയാതെ തന്നെ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കളിസ്ഥലം അച്ഛൻ്റെ കൂടെ പോകുന്ന വയലുകളാണ്. ഒരു ദിവസം അച്ഛൻ കിഷൻ സിംഗ് നോക്കുമ്പോൾ കാണുന്നത് മകൻ വയലിൽ ചെറിയ കമ്പുകൾ നിരത്തി നടുന്നതാണ്. കൗതുകത്തോടെ അച്ഛൻ ചോദിക്കുന്നു, മോനെ, നീ എന്താണ് ഈ ചെയ്യുന്നത്? നിഷ്കളങ്കമായ മുഖത്തോടെ ഭഗത് മറുപടി പറയുന്നു, അച്ഛാ, ഞാൻ തോക്കുകൾ നടുകയാണ്. ഇത് വളർന്നു വലുതായി ഒരുപാട് തോക്കുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിക്കാം. ഈ മറുപടി കേട്ട് കിഷൻ സിംഗ് ഒരു നിമിഷം സ്തബ്ധനായി പോകുന്നു.
4 or 5 വയസ്സുള്ള ഒരു കുട്ടിയിൽ നിന്ന് ഇങ്ങനെയൊരു മറുപടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. കളിത്തോക്കുകൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന പ്രായത്തിൽ യഥാർത്ഥ തോക്കുകൾ മണ്ണിൽ നട്ടുപിടിപ്പിച്ച് ബ്രിട്ടീഷുകാരെ തുരത്താമെന്ന് ചിന്തിക്കുന്ന ആ കുട്ടിയുടെ മനസ്സിൽ വിപ്ലവത്തിൻ്റെ ആദ്യത്തെ വിത്ത് വീണു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോകം, അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ ഗ്രാമവും മാത്രമായിരുന്നില്ല, മറിച്ച് ബ്രിട്ടീഷ് സൈനികരുടെ ബൂട്ടിനടിയിൽ ഞെരിഞ്ഞമരുന്ന ഒരു വലിയ രാജ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളാണ്. അമ്മാവൻ അജിത് സിംഗ് ഒരു പ്രമുഖ വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയിരിക്കുകയാണ്. അച്ഛൻ പലപ്പോഴും ജയിലിലാണ്. വീട്ടിൽ വരുന്ന ഓരോരുത്തരും സംസാരിക്കുന്നത് ഗദർ പാർട്ടിയെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിലിരുന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ധീരന്മാരെക്കുറിച്ചുമാണ്. ഈ കഥകൾ കേട്ടാണ് ഭഗത് വളരുന്നത്. അവനറിയാം, താൻ ജീവിക്കുന്ന ലോകം ശരിയായ ഒന്നല്ലെന്നും അത് മാറ്റേണ്ടതുണ്ടെന്നും. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഗ്രാമത്തിലെ സ്കൂളിൽ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛന് അവനെ ബ്രിട്ടീഷുകാർ നടത്തുന്ന സ്കൂളിൽ അയക്കാൻ ഒട്ടും താൽപ്പര്യമില്ല. കാരണം ആ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള വിധേയത്വമാണ്, അല്ലാതെ രാജ്യസ്നേഹമല്ല. അതുകൊണ്ട് കിഷൻ സിംഗ് ഭഗതിനെ ലാഹോറിലുള്ള ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂളിൽ ചേർക്കുന്നു. ആര്യ സമാജം സ്ഥാപിച്ച ഈ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് ഭാരതീയ സംസ്കാരത്തിനും ദേശീയതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു. ഇത് ഭഗത്തിൻ്റെ ചിന്തകളെ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്നു. അദ്ദേഹം പഠിക്കാൻ മിടുക്കനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങി നിന്നില്ല. അദ്ദേഹം ധാരാളം വായിക്കുന്നു, പ്രത്യേകിച്ച് രാജ്യസ്നേഹവും വിപ്ലവവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ. യൂറോപ്പിലെ വിപ്ലവങ്ങളുടെ ചരിത്രങ്ങൾ, റഷ്യൻ വിപ്ലവം, ഐറിഷ് സ്വാതന്ത്ര്യസമരം എന്നിവയെക്കുറിച്ചെല്ലാം അദ്ദേഹം കൂടുതൽ വായിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ കൗമാരത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോഴേക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ കലുഷിതമാവുകയാണ്. 1919 ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് ആക്ട് എന്നൊരു കരിനിയമം പാസാക്കുന്നു. വിചാരണ കൂടാതെ ആരെയും തടവിലിടാൻ അധികാരം നൽകുന്ന ഒരു ഭീകര നിയമമായിരുന്നു അത്. ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയരുന്നു. പഞ്ചാബായിരുന്നു പ്രതിഷേധങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം. ഈ സമയത്താണ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ആ സംഭവം നടക്കുന്നത്. 1919 ഏപ്രിൽ 13 വൈശാഖി ദിനം. സിഖുകാരുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ആഘോഷ ദിവസമാണത്. അന്ന് അമൃത്സറിലെ ജാലിയൻവാലാബാഗ് എന്ന മൈതാനത്ത് റൗലറ്റ് ആക്ടിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നു. സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമെല്ലാം ആ കൂട്ടത്തിലുണ്ട്. യാതൊരു പ്രകോപനവുമില്ലാതെ ബ്രിട്ടീഷ് ജനറലായ റെജിനാൾഡ് ഡയർ തൻ്റെ സൈനികരുമായി അവിടേക്ക് വരുന്നു. മൈതാനത്തിലേക്കുള്ള ഒരേയൊരു വഴി അടച്ചുകൊണ്ട് അയാൾ തൻ്റെ സൈനികർക്ക് ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിടുന്നു. 10 മിനിറ്റോളം നിർത്താതെ വെടിയൊച്ചകൾ മാത്രം മുഴങ്ങുന്നു. വെടിയുണ്ടകൾ തീരുന്നതുവരെ അവർ വെടിവെച്ചുകൊണ്ടേയിരുന്നു. രക്ഷപ്പെടാനായി ആളുകൾ പരക്കം പായുന്നു. പലരും മൈതാനത്തിനകത്തുള്ള കിണറ്റിലേക്ക് എടുത്തു ചാടുന്നു. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 379 പേർ മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥ സംഖ്യ 1000-ലധികം വരുമെന്ന് അനൗദ്യോഗിക കണക്കുകൾ പറയുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ രാജ്യമെങ്ങും പടരുന്നു. ലാഹോറിലിരിക്കുന്ന 12 വയസ്സുകാരനായ ഭഗത് സിംഗിൻ്റെ ചെവിയിലും ഈ വാർത്തയെത്തുന്നു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞു മനസ്സ് ആ വാർത്ത കേട്ട് മരവിച്ചു പോകുന്നു. പിറ്റേന്ന് അദ്ദേഹം സ്കൂളിലേക്ക് പോകുന്നില്ല. ആരോടും പറയാതെ അദ്ദേഹം അമൃത്സറിലേക്ക് ഏകദേശം 40 കിലോമീറ്ററോളം കാൽനടയായി യാത്രയാകുന്നു. ജാലിയൻവാലാബാഗിലെത്തിയ ഭഗത് കാണുന്ന കാഴ്ച ഭയാനകമായിരുന്നു. തലേദിവസം നടന്ന ക്രൂരതയുടെ എല്ലാ അടയാളങ്ങളും അവിടെയുണ്ട്. തളം കെട്ടിക്കിടക്കുന്ന രക്തം, നിലത്ത് ചിതറിക്കിടക്കുന്ന ചെരുപ്പുകളും വസ്ത്രങ്ങളും, വെടിയുണ്ടകൾ തുളച്ചുകയറിയ ഭിത്തികൾ. ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു തീക്കനൽ കോരിയിടുന്നു. അദ്ദേഹം ആ മണ്ണിൽ നിന്ന് ഒരു പിടിയെടുത്ത് ഒരു ചെറിയ കുപ്പിയിലാക്കുന്നു. ആ മണ്ണ് വെറും മണ്ണായിരുന്നില്ല, അത് ബ്രിട്ടീഷ് ക്രൂരതയുടെയും നിരപരാധികളായ ഇന്ത്യക്കാരുടെയും രക്തത്തിൻ്റെ പ്രതീകമായിരുന്നു. ആ മണ്ണിൽ തൊട്ട് അദ്ദേഹം പ്രതിജ്ഞയെടുക്കുന്നു, ഇതിന് പകരം ചോദിക്കുമെന്ന്. വീട്ടിൽ തിരിച്ചെത്തിയ ഭഗത് ആ കുപ്പി തൻ്റെ മുറിയിൽ ഒരു പവിത്രമായ വസ്തുവിനെ പോലെ സൂക്ഷിക്കുന്നു. എല്ലാ ദിവസവും അദ്ദേഹം അതിനെ നോക്കി തൻ്റെ ലക്ഷ്യം ഓർമ്മിക്കുന്നു. കളിത്തോക്കുകൾ നട്ടുവളർത്താൻ ആഗ്രഹിച്ച ആ കുട്ടി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിപ്ലവകാരിയായി മാറുന്നതിൻ്റെ ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ബാല്യം അവിടെ അവസാനിക്കുകയായിരുന്നു. പകരം പ്രതികാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും തീവ്രമായ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭരിക്കാൻ തുടങ്ങുന്നു.
ജാലിയൻ വാലാബാഗിൽ നിന്ന് കയ്യിലെടുത്ത ആ മണ്ണിലെ ഓരോ തരിയും ഭഗത് സിംഗിൻ്റെ സിരകളിലേക്ക് വിപ്ലവത്തിൻ്റെ അഗ്നി പടർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതം കഴിയാറാകുന്നു. ഇനി എന്ത് എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. ബ്രിട്ടീഷ് സർക്കാർ നടത്തുന്ന കോളേജുകളിൽ പോയി അവരുടെ കനിവിൽ ഒരു ജോലി സമ്പാദിക്കുക എന്നത് അദ്ദേഹത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ആ സമയത്താണ് സ്വാതന്ത്ര്യ സമരസേനാനിയായ ലാലാ ലജ്പത് റായുടെ നേതൃത്വത്തിൽ ലാഹോറിൽ നാഷണൽ കോളേജ് എന്നൊരു സ്ഥാപനം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു ബദൽ എന്ന നിലയിലാണ് ഈ കോളേജ് സ്ഥാപിക്കുന്നത്. വിദ്യാർത്ഥികളിൽ ദേശീയ ബോധവും രാജ്യസ്നേഹവും വളർത്തുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഭഗത് സിംഗിന് പോകാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെയില്ല. അങ്ങനെ അദ്ദേഹം അവിടെ ചേരുന്നു. നാഷണൽ കോളേജിലെ ജീവിതം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു പുതിയ ലോകം തുറന്നിടുന്നു. DAV സ്കൂളിൽ നിന്ന് കിട്ടിയ ദേശീയതയുടെ അടിത്തറ ഇവിടെ എത്തിയപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. ഇവിടുത്തെ അധ്യാപകർ വെറും പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നവരായിരുന്നില്ല, മറിച്ച് വിദ്യാർത്ഥികളിൽ ചിന്തയുടെയും ചോദ്യം ചെയ്യലിൻ്റെയും വിത്തുകൾ പാകുന്നവരായിരുന്നു. ചരിത്രവും രാഷ്ട്രമീമാംസയും സാമ്പത്തിക ശാസ്ത്രവുമെല്ലാം പഠിപ്പിക്കുമ്പോൾ അവർ അതിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധിപ്പിക്കുന്നു. യൂറോപ്പിലെ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചും റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവത്തെക്കുറിച്ചും ഇറ്റലിയുടെ ഏകീകരണത്തിന് വേണ്ടി പോരാടിയ ഗാരിബാൾഡിയെയും മസീനിയെയും കുറിച്ചുമെല്ലാം അദ്ദേഹം ആഴത്തിൽ പഠിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഈ ഓരോ വിപ്ലവ കഥകളും അദ്ദേഹത്തിനൊരു പാഠപുസ്തകമായിരുന്നു. എങ്ങനെയാണ് സാമ്രാജ്യത്വ ശക്തികളെ സാധാരണക്കാർക്ക് മുട്ടുകുത്തിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ ഭഗത് ഒരു പുസ്തക പുഴുവായി മാറുന്നു. കോളേജ് ലൈബ്രറിയിലെ സ്ഥിരം സന്ദർശകനാണ് അദ്ദേഹം. കാൾമാർക്സിൻ്റെയും ലെനിൻ്റെയും ഏംഗൽസിൻ്റെയും പുസ്തകങ്ങളിലൂടെ അദ്ദേഹം സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ലോകത്തേക്ക് കടന്നില്ലുന്നു. സമൂഹത്തിലെ അസമത്വങ്ങളെക്കുറിച്ചും തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശങ്ങളെക്കുറിച്ചും അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. സ്വാതന്ത്ര്യമെന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നത് മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ ഓരോ മനുഷ്യനും ചൂഷണത്തിൽ നിന്ന് മോചിതനാകുന്നൊരവസ്ഥ കൂടിയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് ഒരു പ്രത്യശാസ്ത്രപരമായ അടിത്തറ ലഭിക്കുന്നത് ഈ വായനകളിലൂടെയാണ്. അദ്ദേഹം വെറുമൊരു വായനക്കാരൻ മാത്രമല്ല, നല്ലൊരു സംവാദകൻ കൂടിയാണ്. ക്ലാസ് മുറികളിലും കോളേജ് വരാന്തകളിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ യുക്തിഭദ്രമായ വാദങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉത്തരം മുട്ടുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ക്ലാസ് മുറികളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഭഗത് നല്ലൊരു നടൻ കൂടിയായിരുന്നു. കോളേജിലെ നാടക സംഘത്തിലെ സജീവ അംഗമാണ് അദ്ദേഹം. വെറും നേരമ്പോക്കിനായുള്ള നാടകങ്ങളായിരുന്നില്ല അവർ അവതരിപ്പിച്ചിരുന്നത്, മറിച്ച് രാജ്യസ്നേഹം തുളുമ്പുന്ന ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ക്രൂരതകൾ തുറന്നുകാട്ടുന്ന നാടകങ്ങളായിരുന്നു അവ. റാണ പ്രതാപിൻ്റെയും ശിവാജിയുടെയും ധീരകഥകൾ അവർ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ കാണികളായ വിദ്യാർത്ഥികളുടെ സിരകളിൽ ആവേശം നുരഞ്ഞു പൊന്തുന്നു. ഭഗത് സിംഗ് ഒരു കഥാപാത്രമായി വേദിയിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ തീയും വാക്കുകളിലെ മൂർച്ചയും കാണുന്നവർക്ക് അതൊരു നടനമായി തോന്നില്ല. അത് രാജ്യത്തിൻ്റെ മോചനത്തിനായി ദാഹിക്കുന്ന ഒരു യുവാവിൻ്റെ ആത്മാവിൻ്റെ പ്രകടനമായിരുന്നു. ഈ നാടകങ്ങളിലൂടെ അദ്ദേഹം സഹപാഠികളുടെ എല്ലാം പ്രിയപ്പെട്ടവനായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ അറിവും പ്രസംഗിക്കാനുള്ള കഴിവും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും അദ്ദേഹത്തിനൊരു നേതാവിൻ്റെ പരിവേഷം നൽകുന്നു. ലാഹോറിലെ ആ കലാലയത്തിൽ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവിനെ ആയുധമാക്കി കലയെ ഒരു പരിചയാക്കി ഭഗത് സിംഗ് എന്ന വിപ്ലവകാരി പൂർണ്ണരൂപം പ്രാപിക്കാൻ തുടങ്ങുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല. നാഷണൽ കോളേജിൽ വെച്ച് അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും കണ്ടെത്തുന്നു. സുഖദേവ് ഥാപ്പർ, ഭഗവതി ചരൺ വോഹ്ര, യശ്പാൽ തുടങ്ങിയവർ. ഇവർ വെറും കൂട്ടുകാർ മാത്രമല്ല, ഒരേ ലക്ഷ്യത്തിനായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സഖാക്കളാണ്. അവരുടെ സൗഹൃദം വളരുന്നത് ക്ലാസ് മുറികളിലല്ല, മറിച്ച് രാത്രി വൈകിയുള്ള ചർച്ചകളിലും ലൈബ്രറിയിലെ പുസ്തക കെട്ടുകൾക്കിടയിലും രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലുമാണ്. അവർ ഒരുമിച്ച് വിദേശ വിപ്ലവങ്ങളെക്കുറിച്ച് വായിക്കുന്നു, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ചർച്ച ചെയ്യുന്നു, ഇന്ത്യക്ക് വേണ്ടത് എങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണെന്ന് തർക്കിക്കുന്നു. ഈ സൗഹൃദ കൂട്ടായ്മയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങളുടെയെല്ലാം നെടുന്തൂടായി മാറുന്നത്. പതുക്കെ പതുക്കെ ഭഗത്തിനും കൂട്ടുകാർക്കും ഒരു കാര്യം വ്യക്തമാകുന്നു. വെറുതെ ചർച്ചകൾ നടത്തിയതുകൊണ്ടോ നാടകങ്ങൾ കളിച്ചതുകൊണ്ടോ മാത്രം കാര്യങ്ങൾ മാറാൻ പോകുന്നില്ല. ബ്രിട്ടീഷ് ഭരണത്തെ വേരോടെ പിഴുതെറിയാൻ യുവാക്കളെ സംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചിന്തയിൽ നിന്നാണ് 1926 നൗജവാൻ ഭാരത് സഭ എന്ന സംഘടന രൂപം കൊള്ളുന്നത്. ഭഗത് സിംഗ് ആയിരുന്നു
അതിൻ്റെ ജനറൽ സെക്രട്ടറി. ഈ സംഘടനയുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു: ഇന്ത്യയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക. പക്ഷേ അതോടൊപ്പം മറ്റൊരു പ്രധാന ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു: ഇന്ത്യയിലെ സാധാരണക്കാരെ, അതായത് തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ച് ഒരു സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഭരണം സ്ഥാപിക്കുക. ബ്രിട്ടീഷുകാരെ ഓടിച്ചിട്ട് പകരം കറുത്ത സായിപ്പന്മാർ അധികാരത്തിൽ വന്നിട്ട് കാര്യമില്ലെന്ന് ഭഗത് ഉറച്ചു വിശ്വസിക്കുന്നു. അധികാരം സാധാരണക്കാരൻ്റെ കയ്യിലെത്തണം. നൗജവാൻ ഭാരത് സഭയുടെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ലാഹോറിലെ യുവാക്കൾക്കിടയിൽ തരംഗമാകുന്നു. അവർ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നു, ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ജനദ്രോഹപരമായ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രസംഗിക്കുന്നു. മതത്തിൻ്റെ പേരിൽ ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കുന്ന ബ്രിട്ടീഷ് തന്ത്രത്തിനെതിരെ അവർ ശബ്ദമുയർത്തുന്നു. മതമല്ല, മനുഷ്യനാണ് വലുതെന്നും ഹിന്ദുവും മുസ്ലിമും സിഖുകാരനുമെല്ലാം ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാനാകൂ എന്നും അവർ യുവാക്കളെ പഠിപ്പിക്കുന്നു. അക്കാലത്ത് ചില ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സംശയം നിലനിന്നിരുന്നു: ഭഗത് സിംഗിൻ്റെ ശ്രദ്ധ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൽ മാത്രമായിരുന്നോ അതോ സാമൂഹിക പരിഷ്കരണത്തിലുമുണ്ടായിരുന്നോ എന്ന്. എന്നാൽ നൗജവാൻ ഭാരത് സഭയുടെ പ്രവർത്തനങ്ങൾ ആ സംശയത്തിന് ഒരു മറുപടിയാണ്. ജാതീയതയ്ക്കും ഐത്തത്തിനുമെതിരെ അവർ ശക്തമായ നിലപാടെടുക്കുന്നു. ഈ സമയത്താണ് ഭഗത്തിൻ്റെ വീട്ടിൽ നിന്ന് വിവാഹാലോചനകൾ സജീവമാകുന്നത്. പഠനം കഴിഞ്ഞു നിൽക്കുന്ന മകനെ ഒരു കുടുംബസ്ഥനാക്കാൻ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ആഗ്രഹിക്കുന്നു. അവർ അദ്ദേഹത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു. ഈ വാർത്ത അറിയുന്ന ഭഗത് അസ്വസ്ഥനാകുന്നു. തൻ്റെ ജീവിതം രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് വിവാഹ ജീവിതം ഒരു തടസ്സമാകുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. സ്നേഹബന്ധങ്ങളുടെ ചങ്ങലകൾ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് വലിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ അദ്ദേഹം അച്ഛനോട് തൻ്റെ എതിർപ്പറിയിക്കുന്നു. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധം കൂടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു രാത്രി ആരോടും പറയാതെ ഭഗത് സിംഗ് വീട് വിട്ടിറങ്ങുന്നു. പോകുന്നതിന് മുൻപ് അദ്ദേഹം അച്ഛനൊരു കത്തെഴുതി വയ്ക്കുന്നു. ആ കത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ജീവിതം ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റ് ആഗ്രഹങ്ങൾക്കോ ഭൗതിക സുഖങ്ങൾക്കോ സ്ഥാനമില്ല. ലാഹോറിലെ കോളേജ് മുറികളിൽ നിന്നും സംവാദവേദികളിൽ നിന്നും നാടക അരങ്ങുകളിൽ നിന്നും ഭഗത് സിംഗ് ഇപ്പോൾ തിരുവുകളിലേക്കിറങ്ങിയിരിക്കുന്നു. പുസ്തകത്താളുകളിൽ വായിച്ചറിഞ്ഞ വിപ്ലവം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായി മാറുകയാണ്. വീട് വിട്ടിറങ്ങിയ ഭഗത് നേരെ പോകുന്നത് കാൺപൂരിലേക്കാണ്. അവിടെ വെച്ച് അദ്ദേഹം അന്നത്തെ വിപ്ലവ പ്രസ്ഥാനത്തിലെ പ്രമുഖരായ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥിയെപ്പോലുള്ളവരെ കണ്ടുമുട്ടുന്നു. അതൊരു പുതിയ തുടക്കമായിരുന്നു. ലാഹോറിലെ വിദ്യാർത്ഥി നേതാവിൽ നിന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിപ്ലവകാരിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയുടെ അടുത്ത ഘട്ടം അവിടെ ആരംഭിക്കുകയായിരുന്നു. കാൺപൂരിലെത്തി വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴും ഭഗത് സിംഗിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം എപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു: എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക? ഏതാണ് ശരിയായ വഴി? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമ്മളെ വീണ്ടും കുറച്ചു വർഷങ്ങൾ പിന്നോട്ട് കൊണ്ടുപോവുകയാണ്, അദ്ദേഹത്തിൻ്റെ കൗമാരത്തിലേക്ക്. 1920കളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആകാശത്ത് ഒരേയൊരു സൂര്യനെ ഉദിച്ചുയർന്നിട്ടുള്ളൂ: മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി ഒരു രാജ്യം മുഴുവൻ കാതോർക്കുന്ന കാലം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രാജ്യമെങ്ങും പ്രതിഷേധം അലയടിക്കുമ്പോൾ ഗാന്ധിജി ഒരു പുതിയ സമരമുറ മുന്നോട്ട് വയ്ക്കുന്നു: നിസ്സഹകരണ പ്രസ്ഥാനം. ബ്രിട്ടീഷുകാരുമായി ഒരു തരത്തിലും സഹകരിക്കാതിരിക്കുക, അവരുടെ സ്കൂളുകളും കോളേജുകളും കോടതികളും ബഹിഷ്കരിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഖാദി ധരിക്കുക, അവർ നൽകുന്ന സ്ഥാനമാനങ്ങൾ വലിച്ചെറിയുക. എല്ലാത്തിനുമുപരി ഇതെല്ലാം ചെയ്യേണ്ടത് പൂർണ്ണമായും അഹിംസയുടെ മാർഗത്തിലൂടെ ആയിരിക്കണം. ഒരാളെയും ശാരീരികമായി ഉപദ്രവിക്കരുത്, ഒരു തുള്ളി രക്തം പോലും വീഴരുത്. ഈ ആശയം ഇന്ത്യയിലെ ജനങ്ങൾക്ക് പുതിയതായിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാം, പക്ഷേ അടികൊണ്ടാലും തിരിച്ചടിക്കാതെ ക്ഷമയോടെ. ഈ സമരരീതി ലക്ഷക്കണക്കിന് സാധാരണക്കാരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കുന്നു. അതുവരെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന ഗ്രാമീണരും സ്ത്രീകളും വിദ്യാർത്ഥികളുമെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നു. ലാഹോറിലെ നാഷണൽ കോളേജിൽ പഠിക്കുന്ന കൗമാരക്കാരനായ ഭഗത് സിംഗും ഈ ആവേശത്തിൽ പങ്കുചേരുന്നു. ഗാന്ധിജിയുടെ ആശയങ്ങൾ അദ്ദേഹത്തെയും സ്വാധീനിക്കുന്നു. ഒരുപക്ഷെ രക്തച്ചൊരിച്ചിലില്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം നേടാനാകുമോ? അദ്ദേഹം ചിന്തിക്കുന്നു. അദ്ദേഹം തൻ്റെ സഹപാഠികളോടൊപ്പം
നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുക്കുന്നു. വിദേശ വസ്ത്രങ്ങളുടെ കൂമ്പാരത്തിന് തീയിടുമ്പോൾ അദ്ദേഹവും ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നു. ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിനെതിരെ പ്രസംഗിക്കുന്നു. ഗാന്ധിജി പറയുന്നതുപോലെ അഹിംസ എന്ന ആയുധം കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ കഴിയുമെന്ന് അദ്ദേഹവും ആ പ്രായത്തിൽ വിശ്വസിച്ചിരുന്നു. രാജ്യം മുഴുവൻ ഒരു വലിയ പ്രതീക്ഷയിലായിരുന്നു. മാസങ്ങൾ കടന്നുപോകുന്നു. പ്രസ്ഥാനം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി നിൽക്കുകയാണ്. ബ്രിട്ടീഷ് സർക്കാരിന് അതൊരു വലിയ തലവേദനയായി മാറുന്നു. ഇന്ത്യ നിശ്ചലമാകുന്നതുപോലെ അവർക്ക് തോന്നുന്നു. ലക്ഷ്യം തൊട്ടുമുന്നിലെത്തി എന്ന് എല്ലാവരും വിശ്വസിച്ചു തുടങ്ങിയ നിമിഷങ്ങൾ. പക്ഷേ 1922 ഫെബ്രുവരി 4 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര എന്ന ചെറിയ ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി തന്നെ മാറ്റിവരയ്ക്കുന്നു. അവിടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒരു സമാധാനപരമായ ജാഥ നടത്തുകയായിരുന്നു ഗ്രാമീണർ. മദ്യഷാപ്പുകൾക്കെതിരെയും വിലക്കയറ്റത്തിനെതിരെയുമായിരുന്നു അവരുടെ പ്രതിഷേധം. പക്ഷേ ലോക്കൽ പോലീസ് യാതൊരു പ്രകോപനവുമില്ലാതെ ഈ ജാഥയ്ക്ക് നേരെ വെടിയുതിർക്കുന്നു. 3 പ്രതിഷേധക്കാർ ആ നിമിഷം തന്നെ കൊല്ലപ്പെടുന്നു. പോലീസിന്റെ ഈ ക്രൂരതയിൽ അതുവരെ സമാധാനപരമായി മുന്നോട്ടു പോയിരുന്ന ജനക്കൂട്ടത്തിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നു. അവർ രോഷാകുലരായി പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞെടുക്കുന്നു. പോലീസുകാർ ഭയന്ന് സ്റ്റേഷനകത്ത് കയറി വാതിലടയ്ക്കുന്നു. എന്നാൽ ജനങ്ങളുടെ രോഷം അടങ്ങുന്നില്ല. അവർ ആ പോലീസ് സ്റ്റേഷന് തീയിടുന്നു. അകത്തു കുടുങ്ങിപ്പോയ 22 പോലീസുകാർ വെന്തുമരിക്കുന്നു. ഈ വാർത്ത രാജ്യത്തെ ഞെട്ടിക്കുന്നു. അഹിംസാ മാർഗത്തിൽ വിശ്വസിച്ച് സമരം ചെയ്ത ഒരു ജനക്കൂട്ടം എങ്ങനെ ഇത്രയും അക്രമാസക്തരായി എന്ന ചോദ്യം ഉയരുന്നു. ചൗരി ചൗര സംഭവം ഗാന്ധിജിയെ അക്ഷരാർത്ഥത്തിൽ തകർത്തുകളയുന്നു. തന്റെ സമരമാർഗം അക്രമത്തിലേക്ക് വഴുതിപ്പോയതിൽ അദ്ദേഹം ഗൗരവമായി ദുഃഖിക്കുന്നു. അഹിംസ എന്ന തത്വത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ജനങ്ങൾ ഇനിയും അഹിംസയുടെ യഥാർത്ഥാർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെന്നും ഈ സമരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് കൂടുതൽ രക്തച്ചൊരിച്ചിലിൽ അവസാനിക്കുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നു. അതുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 1922 ഫെബ്രുവരി 12 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. സ്വാതന്ത്ര്യം തൊട്ടടുത്തെത്തിയെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതയുടെ തലയിൽ ഇടുത്തി വീണതുപോലെയായിരുന്നു ആ പ്രഖ്യാപനം. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പോലും ഗാന്ധിജിയുടെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നു. ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്റെ പേരിൽ രാജ്യം മുഴുവൻ നടത്തുന്ന ഒരു വലിയ മുന്നേറ്റം അവസാനിപ്പിക്കുന്നത് ഒരു ഹിമാലയൻ വിഡ്ഢിതമാണെന്ന് പലരും രഹസ്യമായും പരസ്യമായും പറയുന്നു. പക്ഷേ ഈ തീരുമാനം ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഭഗത് സിംഗിനെ പോലുള്ള ആയിരക്കണക്കിന് യുവാക്കളെയാണ്. അവർ പഠനം ഉപേക്ഷിച്ച് സ്വന്തം ഭാവി പോലും മറന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. ബ്രിട്ടീഷുകാരുടെ ലാത്തിയടിയേറ്റ് അവരുടെ തലകൾ പൊട്ടിയിട്ടുണ്ട്. അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇതെല്ലാം സഹിച്ചത് ഗാന്ധിജി കാണിച്ചു തന്ന വഴിയിലൂടെ നടന്നാൽ സ്വാതന്ത്ര്യം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിൻ്റെ കടക്കലാണ് ഗാന്ധിജി ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് കോടാലി വെച്ചത്. പ്രതീക്ഷയുടെ കൊടുമുടിയിൽ നിന്ന് നിരാശയുടെ പടുകുഴിയിലേക്കാണ് ഭഗത് സിംഗും കൂട്ടരും വീണുപോയത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങുന്നു. എന്താണ് ഈ അഹിംസ? ഒരടി കിട്ടുമ്പോൾ മറുപടി കൊടുക്കാതെ മറ്റേ കവിൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെപ്പോലൊരു ക്രൂരനായ ശത്രു അത് ബലഹീനതയായി കാണില്ലേ? സമാധാനപരമായി ജാഥ നടത്തിയവർക്ക് നേരെ വെടിയുതിർത്ത പോലീസുകാരല്ലേ യഥാർത്ഥത്തിൽ അക്രമം കാണിച്ചത്? അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ ആ ജനങ്ങളെ കുറ്റപ്പെടുത്തി സമരം പിൻവലിക്കുന്നത് ശരിയാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഭഗത് സിംഗിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഗാന്ധിജിയുടെ ചിത്രം പതിയെ മാഞ്ഞു തുടങ്ങുകയായിരുന്നു. ഗാന്ധിയൻ മാർഗം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങുന്നു. അതൊരു നീണ്ടതും ദുർബലവുമായ വഴിയാണെന്നും ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവുന്ന ഭാഷ അതല്ലെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. ചരിത്രത്തിലെ ചില പണ്ഡിതർ ഇപ്പോഴും തർക്കിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗാന്ധിജിയുടെ ആ തീരുമാനം ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വർഷങ്ങളോളം പിന്നോട്ട് വലിച്ചില്ലേ എന്നത്. ആ സമയത്ത് ഭഗത് സിംഗിൻ്റെ മനസ്സിലും ഇതേ ചിന്തയായിരുന്നു. ഈ നിരാശയിൽ നിന്നാണ് ഭഗത് സിംഗ് പുതിയ വഴികൾ തേടാൻ ആരംഭിക്കുന്നത്. അഹിംസയല്ലെങ്കിൽ പിന്നെ ഏതാണ് ശരിയായ മാർഗം? ഈ അന്വേഷണമാണ് അദ്ദേഹത്തെ വിപ്ലവകാരികളുടെ രഹസ്യ സംഘടനകളിലേക്ക് അടുപ്പിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കുന്നു, ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തണമെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ മറുപടി പറയണം. പ്രസംഗങ്ങൾ കൊണ്ടോ നിവേദനങ്ങൾ കൊണ്ടോ ഒരു സാമ്രാജ്യത്തെ തകർക്കാൻ കഴിയില്ല. അതിന് സായുധമായൊരു പോരാട്ടം തന്നെ വേണ്ടിവരും. റഷ്യയിലെയും അയർലൻഡിലെയും വിപ്ലവകാരികളുടെ പാതയാണ് ശരിയെന്ന് അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങുന്നു. ചൗരി ചൗര സംഭവം ഒരവസാനമായിരുന്നില്ല, അതൊരു തുടക്കമായിരുന്നു. ഗാന്ധിയൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഭഗത് സിംഗ് എന്ന വിപ്ലവകാരിയുടെ വഴി പിരിയുന്നതിൻ്റെ തുടക്കം. അഹിംസയുടെ പാതയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ പ്രതീകമായി അദ്ദേഹം മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൂടുതൽ തീവ്രമാവുകയും ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്തു. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക എന്നത് മാത്രമല്ല,
അതിനുശേഷം ഇവിടെ ചൂഷണരഹിതമായ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കുക എന്ന വലിയൊരു സ്വപ്നത്തിലേക്ക് അദ്ദേഹം നടന്നെടുക്കുകയായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പരാജയം അദ്ദേഹത്തിനൊരു പാഠമായിരുന്നു. ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഗാന്ധിയൻ മാർഗത്തിൽ നിന്ന് പൂർണ്ണമായും അകന്ന ഭഗത് സിംഗിന്റെ മുന്നിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ, സായുധ വിപ്ലവത്തിന്റെ വഴി. പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്കല്ല ഈ ചിന്തയിൽ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ബംഗാളിലും ഉത്തർപ്രദേശിലുമെല്ലാം ബ്രിട്ടീഷുകാരോട് ആയുധമെടുത്ത് പോരാടണമെന്ന് വിശ്വസിക്കുന്ന നിരവധി ചെറുപ്പക്കാരുടെ രഹസ്യ സംഘങ്ങൾ അക്കാലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം വിശ്വസിക്കുന്നത് ഒരേ കാര്യമാണ്: പ്രാർത്ഥന കൊണ്ടോ നിവേദനം കൊണ്ടോ യാചിച്ചാൽ കിട്ടുന്നതല്ല സ്വാതന്ത്ര്യം, അത് തോക്കിൻ കുഴലിലൂടെ പിടിച്ചെടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അഥവാ HRA. 1924 സച്ചിൻ സന്യാൽ, രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുള്ള ഖാൻ തുടങ്ങിയ ധീരരായ വിപ്ലവകാരികൾ ചേർന്നാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു: ബ്രിട്ടീഷ് ഭരണത്തെ ആയുധമായ ഒരു പോരാട്ടത്തിലൂടെ അട്ടിമറിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുക. ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തോട് അവർക്ക് പുച്ഛമായിരുന്നു. ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തി മാത്രമേ ഇവിടെ നിന്ന് ഓടിക്കാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ഒരു വിപ്ലവ പ്രസ്ഥാനം പ്രവർത്തിപ്പിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. ആയുധങ്ങൾ വാങ്ങണം, ലഘുലേഖകൾ അച്ചടിക്കണം, ഒളിവിൽ കഴിയുന്ന പ്രവർത്തകർക്ക് താമസവും ഭക്ഷണവും ഒരുക്കണം. ഇതിനെല്ലാം എവിടെ നിന്ന് പണം കണ്ടെത്തും? ബ്രിട്ടീഷ് സർക്കാർ ഖജനാവിൽ നിന്ന് കൊള്ളയടിക്കുക. അതായിരുന്നു അവരുടെ മുന്നിലുള്ള ഏക വഴി. ഈ ചിന്തയിൽ നിന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ ഏടുകളിലൊന്നായ കക്കോരി ട്രെയിൻ കൊള്ള നടക്കുന്നത്. 1925 ഓഗസ്റ്റ് 9 ഷാജഹാൻപൂരിൽ നിന്ന് ലക്നൌവിലേക്ക് പോകുന്നതായിരുന്നു ഒരു ട്രെയിൻ. ആ ട്രെയിനിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശമ്പലപ്പണവും നികുതിപ്പണവും മടങ്ങിയ വലിയൊരു സംഖ്യയുണ്ടെന്ന് HRAയ്ക്ക് വിവരം കിട്ടുന്നു. രാംപ്രസാദ് ബിസ്മിലിന്റെയും അഷ്ഫാഖുള്ള ഖാനിന്റെയും നേതൃത്വത്തിൽ 10ഓളം വിപ്ലവകാരികൾ ആ ട്രെയിനിൽ യാത്രക്കാരായി കയറുന്നു. കക്കോരി എന്ന ഗ്രാമത്തിനടുത്തുവെച്ച് അവർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുന്നു. ഗാർഡിനെ തോക്കിൻമുനയിൽ നിർത്തി അവർ പണമടങ്ങിയ പെട്ടികൾ സൂക്ഷിച്ചിരുന്ന ബ്രേക്ക് വാനിലേക്ക് കുതിക്കുന്നു. പക്ഷേ ആ പെട്ടികൾ ഉരുക്കുകൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. അത് തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വെടിയൊച്ച കേട്ട് ഭയന്ന യാത്രക്കാർ ട്രെയിനിന്റെ ജനലുകളിലൂടെ പുറത്തേക്ക് നോക്കുന്നു. ഇതിനിടയിൽ അബദ്ധത്തിൽ ഒരു വിപ്ലവകാരിയുടെ തോക്കിൽ നിന്ന് വെടിയുതിരുകയും അത് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഒരു യാത്രക്കാരന് കൊള്ളുകയും അയാൾ തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഏറെ പണിപ്പെട്ട പെട്ടികൾ തകർത്ത് പണവുമായി അവർ ഇരുട്ടിലേക്ക് ഓടിമറയുന്നു. ഈ സംഭവം ബ്രിട്ടീഷ് സർക്കാരിനെ ഞെട്ടിച്ചു. പട്ടാപ്പകൽ സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. അതൊരു വലിയ നാണക്കേടായി അവർ കണ്ടു. അവർ സർവ്വശക്തിയുമെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു. മാസങ്ങൾക്കുള്ളിൽ തന്നെ രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുള്ള ഖാൻ, റോഷൻ സിംഗ്, രാജേന്ദ്ര ലാഹിരി എന്നിവരടക്കം 40ഓളം വിപ്ലവകാരികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ചന്ദ്രശേഖർ ആസാദ് മാത്രം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുന്നു. കേസിന്റെ വിചാരണ ഒരു പ്രഹസനമായിരുന്നു. ഒടുവിൽ ബിസ്മിലിനെയും അഷ്ഫാഖിനെയും റോഷനെയും ലാഹിരിയെയും തൂക്കിലേറ്റാൻ കോടതി വിധിക്കുന്നു. മറ്റുള്ളവർക്ക് ദീർഘകാലം തടവും വിധിച്ചു. 1927 ഡിസംബറിൽ ആ 4 ധീരന്മാരെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളായിരുന്നു ബിസ്മിലും അഷ്ഫാഖും. തൂക്കുമരത്തിലേക്ക് നടന്നു പോകുമ്പോഴും അവർ ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. കക്കോരി സംഭവവും 4 പ്രധാന നേതാക്കളുടെ വധശിക്ഷയും HRAയുടെ നട്ടെല്ലൊടിച്ചു. സംഘടന ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായി. ശേഷിച്ച പ്രവർത്തകർ പലയിടങ്ങളിലായി ചിതറിപ്പോയി. പോലീസിനെ ഭയന്ന് അവർക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു. നേതൃത്വം നഷ്ടപ്പെട്ട ആ പ്രസ്ഥാനം ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ നിശ്ചലമായി. ഈ സമയത്താണ് ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ സുഖദേവും ഭഗവതി ചരൺ വോറയുമെല്ലാം HRAയുടെ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത്. അവർക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു: തകർന്നുപോയ ഈ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുക. പക്ഷേ വെറുതെ പുനരുജ്ജീവിപ്പിച്ചാൽ മാത്രം മതിയോ? ഭഗത് സിംഗ് ചിന്തിച്ചു. കക്കോരി പോലുള്ള ഒറ്റപ്പെട്ട കൊറലുകൾ കൊണ്ടോ 1-2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിച്ചതുകൊണ്ടോ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? ഇല്ല. അതിനൊരു വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യവും പ്രത്യയശാസ്ത്രപരമായ അടിത്തറയും വേണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹം തന്റെ സഖാക്കളുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നു. ലാഹോറിലെ കോളേജ് ലൈബ്രറിയിൽ നിന്നും അദ്ദേഹം ഉൾക്കൊണ്ട സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അദ്ദേഹം അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, നമ്മുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാരെ ഓടിക്കുക എന്നത് മാത്രമല്ല,
അതിനുശേഷം വരുന്ന ഇന്ത്യ എങ്ങനെയുള്ളതായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് വേണം. തൊഴിലാളികളെയും കർഷകരെയും ചൂഷണം ചെയ്യുന്ന ഒരു ഭരണകൂടത്തെയാണോ നമുക്ക് വേണ്ടത്? പണക്കാരൻ കൂടുതൽ പണക്കാരനും പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനുമാവുന്ന ഒരു വ്യവസ്ഥിതിയാണോ നമ്മുടെ സ്വപ്നം? അല്ല, നമുക്ക് വേണ്ടത് ചൂഷണരഹിതമായ ഒരു സോഷ്യലിസ്റ്റ് സമൂഹമാണ്. ഉൽപ്പാദനത്തിൻ്റെ എല്ലാ മാർഗങ്ങളും പൊതു ഉടമസ്ഥതയിലുള്ള, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യർ വിഭജിക്കപ്പെടാത്ത ഒരു ഇന്ത്യ. ഈ ആശയങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെ സഖാക്കളിൽ പലരും ആവേശഭരിതരാകുന്നു. അതൊരു പുതിയ വെളിച്ചമായിരുന്നു. അതുവരെ ബ്രിട്ടീഷുകാരോടുള്ള പകയും അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹവും മാത്രമായിരുന്നു അവരുടെ ഊർജം. എന്നാൽ ഇപ്പോൾ ആ ഊർജത്തിന് ഒരു ദിശാബോധം കൈവരികയാണ്. ഈ ചിന്തകൾക്ക് ഒരു സംഘടിത രൂപം നൽകാൻ അവർ തീരുമാനിക്കുന്നു. 1928 സെപ്റ്റംബർ 8-9 തീയതികളിൽ ഡൽഹിയിലെ ഫിറോസ് ഷാ പോട്ട്ല മൈതാനത്ത് HRAയുടെ ഒരു രഹസ്യ യോഗം ചേരുന്നു. പുരാതനമായൊരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ ആരുടെയും ശ്രദ്ധയെത്താത്ത ഒരിടത്ത് വെച്ചാണ് ആ ചരിത്രപരമായ മീറ്റിംഗ് നടക്കുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിപ്ലവകാരികളെല്ലാം അവിടെ ഒത്തുകൂടുന്നു. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന ചന്ദ്രശേഖർ ആസാദും ആ യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്നു. ആ യോഗത്തിലെ പ്രധാന ചർച്ചാവിഷയം സംഘടനയുടെ ഭാവിയെക്കുറിച്ചായിരുന്നു. അവിടെ വെച്ചാണ് ഭഗത് സിംഗ് തന്റെ വിപ്ലവകരമായ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ സംഘടനയുടെ പേരിനൊപ്പം സോഷ്യലിസ്റ്റ് എന്ന വാക്ക് കൂടി ചേർക്കണം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നാക്കി മാറ്റണം. ആദ്യം ചില പ്രതിനിധികൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങളുണ്ടായി. എന്തിനാണ് ഈ സോഷ്യലിസം? നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ബ്രിട്ടീഷുകാരെ പുറത്താക്കുകയില്ലേ? അവർ ചോദിച്ചു. പക്ഷേ ഭഗത് സിംഗ് തന്റെ വാദങ്ങളിൽ ഉറച്ചു നിന്നു. അദ്ദേഹം മണിക്കൂറുകളോളം അവരോട് സംസാരിച്ചു. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള തൊഴിലാളി മുന്നേറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. സ്വാതന്ത്ര്യമെന്നത് വെറും രാഷ്ട്രീയപരമായ ഒരു മാറ്റം മാത്രമല്ല, അതൊരു സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റം കൂടിയാണെന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി. ഒടുവിൽ യോഗം ഐകകണ്ഠ്യേന ആ നിർദ്ദേശം അംഗീകരിച്ചു. അതൊരു വെറും പേരുമാറ്റമായിരുന്നില്ല. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു അത്. HRAയുടെ പുനർജന്മമായിരുന്നു അത്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുള്ള ഒരു ബഹുജന വിപ്ലവ പ്രസ്ഥാനമായി അത് മാറുകയായിരുന്നു. ഇനി മുതൽ അവരുടെ പ്രവർത്തനങ്ങൾ വ്യക്തികളെ വധിക്കുന്നതിലോ കൊള്ളയടിക്കുന്നതിലോ ഒതുങ്ങില്ല. മറിച്ച് ഓരോ പ്രവർത്തനത്തിലൂടെയും തങ്ങളുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരിക്കും പ്രധാന ലക്ഷ്യം. ജനങ്ങളെ ബോധവൽക്കരിക്കുക, അവരെ സംഘടിപ്പിക്കുക, ഒരു വലിയ വിപ്ലവത്തിനു വേണ്ടി അവരെ തയ്യാറാക്കുക. ഭഗത് സിംഗിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും നേതൃത്വത്തിൽ HSRA ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയായിരുന്നു. ആ പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങളിലിരുന്ന് അവരെടുത്ത തീരുമാനം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയുടെ അവശിഷ്ടങ്ങളിൽ വെച്ച് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA രൂപം കൊണ്ടതിനു ശേഷം ഭഗത് സിംഗും സഖാക്കളും ഒരു പുതിയ ഊർജത്തിലായിരുന്നു. അവർക്ക് മുന്നിൽ ഇപ്പോൾ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. പക്ഷേ ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ശക്തമായൊരു താക്കീത് നൽകാൻ പോന്ന ഒരു സംഭവം ആവശ്യമായിരുന്നു. വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, അത് രാജ്യശ്രദ്ധ നേടുന്ന ഒന്നായിരിക്കണം. അവർ ആ അവസരത്തിനായി കാത്തിരിക്കുമ്പോൾ ബ്രിട്ടീഷ് സർക്കാർ തന്നെ അവർക്ക് ആ അവസരം ഒരുക്കിക്കൊടുക്കുകയാണ്. 1928 ഇന്ത്യയിലെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനുമായി ബ്രിട്ടീഷ് സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കുന്നു. സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മീഷൻ സൈമൺ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ തമാശ. ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് പഠിക്കാൻ വരുന്ന ഒരു കമ്മീഷൻ, പക്ഷെ അതിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലുമില്ല. 7 അംഗങ്ങളും വെള്ളക്കാരായ ബ്രിട്ടീഷുകാർ. ഇത് ഇന്ത്യക്കാരെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ് എന്ന ചോദ്യം രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടു. കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. അങ്ങനെ 1928 ഫെബ്രുവരിയിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ കാലുകുത്തിയ അന്നേ ദിവസം അവർ പോകുന്നിടത്തെല്ലാം കരിങ്കൊടികളും സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളികളുമായിട്ടാണ് ജനങ്ങൾ അവരെ വരവേറ്റത്. രാജ്യമാകെ പ്രതിഷേധാഗ്നിയിൽ ആളിക്കത്തുകയാണ്. ഈ പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ പഞ്ചാബിലുണ്ടായിരുന്നത് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായ് ആയിരുന്നു. ഭഗത് സിംഗിന് വ്യക്തിപരമായി ഏറെ ബഹുമാനമുള്ള നേതാവായിരുന്നു അദ്ദേഹം. കാരണം
ഭഗത് പഠിച്ച ലാഹോറിലെ നാഷണൽ കോളേജ് സ്ഥാപിച്ചത് ലാലാജിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് ചില കാര്യങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹത്തെയും ധീരതയെയും ഭഗത് എന്നും ആരാധനയോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. 1928 ഒക്ടോബർ 30 സൈമൺ കമ്മീഷൻ ലാഹോറിലെത്തുന്നു. അന്നേ ദിവസം ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ലാഹോർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു സമാധാനപരമായ പ്രതിഷേധ ജാഥ നടത്തുന്നു. കയ്യിൽ കരിങ്കൊടികളുമേന്തി സൈമൺ തിരിച്ചു പോകൂ എന്ന് അവർ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നു. HSRAയുടെ പ്രവർത്തകരും ആ ജാഥയുടെ ഭാഗമായിരുന്നു. ജനക്കൂട്ടത്തെ തടയാൻ റെയിൽവേ സ്റ്റേഷന് പുറത്ത് വലിയൊരു പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലാഹോറിലെ പോലീസ് സൂപ്രണ്ടായ ജെയിംസ് എ സ്കോട്ടായിരുന്നു അതിൻ്റെ തലപ്പത്ത്. അയാളൊരു ക്രൂരനായ ഉദ്യോഗസ്ഥനാണെന്ന് എല്ലാവർക്കും അറിയാം. ജാഥ റെയിൽവേ സ്റ്റേഷനടുത്തെത്തിയപ്പോൾ പോലീസ് അവരെ തടയുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ സ്കോട്ടിൻ്റെ ഉത്തരവ് പ്രകാരം പോലീസ് ജനക്കൂട്ടത്തിന് നേരെ അതിക്രൂരമായി ലാത്തിച്ചാർജ് ആരംഭിക്കുന്നു. ആളുകൾ നാലുപാടും ചിതറിയോടുന്നു. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞ ലാലാ ലജ്പത് റായ് ഒരടി പോലും പിന്നോട്ടു പോയില്ല. അദ്ദേഹം ധീരമായി അവിടെ തന്നെ നിലയുറപ്പിച്ചു. ഇത് സ്കോട്ടിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അയാൾ നേരിട്ട് ലാലാജിയെ ലക്ഷ്യം വയ്ക്കാൻ തൻ്റെ പോലീസുകാർക്ക് നിർദ്ദേശം നൽകുന്നു. പോലീസുകാർ ലാലാജിയെ വളയുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും തലയിലുമെല്ലാം ലാത്തികൊണ്ട് അവർ ആഞ്ഞടിക്കുന്നു. കൂടെയുണ്ടായിരുന്നവർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിൻ്റെ ക്രൂരതയ്ക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ ലാലാജിയെ അനുയായികൾ ചേർന്ന് അവിടെ നിന്ന് മാറ്റുന്നു. അന്നു വൈകുന്നേരം നടന്നൊരു പൊതുയോഗത്തിൽ രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി വന്ന ലാലാജി ഒരു പ്രവചനം പോലെ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ശരീരത്തിൽ പതിച്ച ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണികളായിരിക്കും. ആ വാക്കുകൾ ഒരു ജനതയുടെ മുഴുവൻ വേദനയും രോഷവും ഉൾക്കൊള്ളുന്നതായിരുന്നു. പക്ഷേ ആ മർദ്ദനം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിച്ചിരുന്നു. 3 ആഴ്ചകൾക്ക് ശേഷം 1928 നവംബർ 17 ആ വലിയ നേതാവ് മരണത്തിന് കീഴടങ്ങുന്നു. ലാലാ ലജ്പത് റായിയുടെ മരണം ഇന്ത്യയൊട്ടാകെ ഒരു ഞെട്ടലുണ്ടാക്കി. അതൊരു സ്വാഭാവിക മരണമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ബ്രിട്ടീഷ് പോലീസിൻ്റെ ലാത്തിയാണ് ആ ജീവനെടുത്തത്. HSRAയുടെ യുവരക്തം തിളച്ചുമറിയുകയായിരുന്നു. തങ്ങളുടെ കൺമുന്നിലിട്ടാണ് അവർ ആരാധിക്കുന്ന ഒരു നേതാവിനെ തല്ലിക്കൊന്നത്. ഇതിന് പകരം ചോദിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും സുഖ്ദേവും രാജ്ഗുരുവും തീരുമാനിക്കുന്നു. അവർ ലാഹോറിൽ ഒരു രഹസ്യയോഗം ചേർന്നു. ആ യോഗത്തിൽ ഒരൊറ്റ അജണ്ടയേ ഉണ്ടായിരുന്നുള്ളൂ: ലാലാജിയുടെ മരണത്തിന് കാരണക്കാരനായ പോലീസ് സൂപ്രണ്ട് ജെയിംസ് എ സ്കോട്ടിനെ വധിക്കുക. അതൊരു എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല. ഒരു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ പട്ടാപ്പകൽ വധിക്കുക എന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനമാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കും. പക്ഷേ അവർക്ക് ഭയമുണ്ടായിരുന്നില്ല. ലാലാജിയുടെ മരണം വെറുമൊരു വ്യക്തിയുടെ മരണമല്ല, മറിച്ച് ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവാണെന്ന് അവർ വിശ്വസിച്ചു. ആ മുറിവുണങ്ങാൻ സ്കോട്ടിൻ്റെ രക്തം കൊണ്ട് തന്നെ കഴിയൂ. അവർ പദ്ധതി തയ്യാറാക്കാൻ തുടങ്ങി. ചന്ദ്രശേഖർ ആസാദിൻ്റെ നേതൃത്വത്തിൽ ഭഗത് സിംഗ്, ശിവറാം രാജ്ഗുരു, സുഖ്ദേവ് ഥാപ്പർ എന്നിവരായിരുന്നു പ്രധാന സംഘാംഗങ്ങൾ. അവർ ദിവസങ്ങളോളം ലാഹോറിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ സ്കോട്ടിൻ്റെ ചലനങ്ങൾ നിരീക്ഷിച്ചു. അദ്ദേഹം എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു, ഏതു വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് എന്നെല്ലാം അവർ കൃത്യമായി മനസ്സിലാക്കി. ദിവസം തീരുമാനിച്ചു: 1928 ഡിസംബർ 17. പദ്ധതി ഇങ്ങനെയായിരുന്നു: സ്കോട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തിറങ്ങി തൻ്റെ മോട്ടോർ സൈക്കിളിൽ കയറുമ്പോൾ ആദ്യം രാജ്ഗുരു വെടിവെക്കണം. ആദ്യത്തെ വെടിയേറ്റിട്ടില്ലെങ്കിലോ സ്കോട്ട് തിരിച്ചാക്രമിക്കുകയാണെങ്കിൽ ഭഗത് സിംഗ് വെടിവെക്കണം. അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് കുറച്ചപ്പുറത്തായി ചന്ദ്രശേഖർ ആസാദ് നിലയുറപ്പിക്കും. എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തു. ഡിസംബർ 17 വൈകുന്നേരം അവർ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. അവരുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. പക്ഷെ മുഖത്ത് ഭയത്തിൻ്റെ ഒരു കണിക പോലുമില്ല, ദൃഢനിശ്ചയം മാത്രം. സമയം കടന്നുപോയി. ഒടുവിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ചുവന്ന നിറമുള്ള ഒരു മോട്ടോർ സൈക്കിൾ അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ അയാളുടെ രൂപം സ്കോട്ടിൻ്റേതുപോലെ തന്നെയുണ്ടായിരുന്നു. അത് സ്കോട്ട് തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. ഉദ്യോഗസ്ഥൻ മോട്ടോർ സൈക്കിൾ മുന്നോട്ടെടുത്തതും ഒളിച്ചു നിന്നിരുന്ന രാജ്ഗുരു ചാരി വീണ് അയാളുടെ നേർക്ക് വെടിയുതിർത്തു. ആദ്യത്തെ വെടിയുണ്ട തന്നെ ആ ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചിൽ തറച്ചു. അയാൾ മോട്ടോർ സൈക്കിളിൽ നിന്ന് നിലത്തേക്ക് വീണു. മരണമുറപ്പിരുത്താനായി ഭഗത് സിംഗ് ഓടിച്ചെന്ന്
ഒന്നോ രണ്ടോ തവണ കൂടി അയാളുടെ നേർക്ക് വെടിവെച്ചു. വെടിയൊച്ച കേട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകൾ ഓടിവരാൻ തുടങ്ങി. ഹെഡ് കോൺസ്റ്റബിളായ ചനൻ സിംഗ് അവരെ പിന്തുടർന്നു. എന്നാൽ ചന്ദ്രശേഖർ ആസാദ് തൻ്റെ തോക്കുകൊണ്ട് അയാൾക്ക് നേരെ വെടിയുതിർത്ത് ആ ശ്രമം വിഫലമാക്കി. പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ സന്തോഷത്തിൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ലാലാജിയുടെ ആത്മാവിന് ശാന്തി കിട്ടിയെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ അവർക്ക് വലിയൊരു തെറ്റുപറ്റിയിരുന്നു. അവർ കൊലപ്പെടുത്തിയത് ജെയിംസ് സ്കോട്ടിനെ അല്ലായിരുന്നു. പകരം ജോൺ പി സോണ്ടേഴ്സ് എന്ന 21 വയസ്സുകാരനായ ഒരു അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടിനെയായിരുന്നു. അയാളന്ന് പ്രൊബേഷനിലായിരുന്നു. സ്കോട്ടിനു പകരം അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് സോണ്ടേഴ്സ് ആയിരുന്നു. കാഴ്ചയിൽ സ്കോട്ടുമായി സാമ്യമുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ആളുമാറിപ്പോയതാണ്. ചരിത്രത്തിലെ വിചിത്രമായൊരു നിമിഷമെന്നല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാനാവില്ല. പിറ്റേ ദിവസം ലാഹോറിലെ തെരുവുകളിൽ HSRയുടെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അതിലിങ്ങനെ എഴുതിയിരുന്നു: ലാലാ ലജ്പത് റായിയുടെ മരണം ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കുന്നു. ഒരു മനുഷ്യനെ കൊന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ ഒരു മനുഷ്യനായിരുന്നില്ല. അയാൾ ബ്രിട്ടീഷ് ഭരണകൂടമെന്ന മനുഷ്യത്വരഹിതമായ വ്യവസ്ഥിതിയുടെ ഒരു പ്രതീകമായിരുന്നു. ഈ വ്യവസ്ഥിതിയെ തകർക്കുകയെന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആളുമാറിപ്പോയെങ്കിലും തങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം അവർ പൂർണ്ണമായി ഏറ്റെടുത്തു. ആ വെടിയൊച്ചകൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാതുകളിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. സമാധാനത്തിൻ്റെ മാർഗം മാത്രമല്ല, വിപ്ലവത്തിൻ്റെ വഴിയും ഇന്ത്യയിലെ യുവത്വത്തിന് അറിയാമെന്നുള്ള ഒരു ശക്തമായ സന്ദേശമായിരുന്നു അത്. ലാഠിക്ക് തോക്കിനാൽ മറുപടി നൽകിയ ആ ദിനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. സോണ്ടേഴ്സ് വധത്തിന് ശേഷം ലാഹോറിലെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ട ആ പോസ്റ്ററുകൾ ബ്രിട്ടീഷ് പോലീസിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു. അവർ ഭഗത് സിംഗിനും കൂട്ടർക്കും വേണ്ടി നാട് മുഴുവൻ വലവിരിച്ചു. പക്ഷേ വിപ്ലവകാരികൾ അപ്പോഴേക്കും വിദഗ്ധമായി ലാഹോറിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഭഗത് സിംഗ് ഒരു സിക്കുകാരൻ്റെ രൂപം ഉപേക്ഷിക്കുന്നു. തൻ്റെ അഭിമാനം പോലെ കരുതിയിരുന്ന താടിയും മുടിയും അദ്ദേഹം മുറിച്ചുമാറ്റി. ഒരു ഹാറ്റ് ധരിച്ച് ഒരാധുനിക പാശ്ചാത്യ വേഷധാരിയായി അദ്ദേഹം പോലീസിന്റെ കൺമുന്നിലൂടെ ലാഹോർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നു. കൂടെ വിപ്ലവകാരിയായ ഭഗവതി ചരൺ വോഹറയുടെ ഭാര്യ ദുർഗാദേവി ഒരു ഭാര്യയുടെ റോളിലും അവരുടെ കുഞ്ഞ് ഒരു മകന്റെ റോളിലും അഭിനയിച്ചപ്പോൾ രാജ്ഗുരു അവരുടെ ജോലിക്കാരനായും വേഷം മാറി. പോലീസുകാർ ലാഹോറിലെ ഓരോ സിഖ് യുവാവിനെയും സംശയത്തോടെ നോക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന സായിപ്പിനെ പോലെ ഭഗത് സിംഗ് അവരുടെ മുന്നിലൂടെ ഒരു കൂസലുമില്ലാതെ കടന്നുപോയി. HSRയുടെ ഈ പ്രവൃത്തി രാജ്യത്തെ യുവാക്കൾക്കിടയിൽ വലിയൊരു ആവേശമാണുണ്ടാക്കിയത്. ലാലാജിയുടെ മരണത്തിന് പ്രതികാരം ചെയ്ത ധീരന്മാരെന്ന നിലയിൽ അവർക്കൊരുപാട് ആരാധകരുണ്ടായി. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ കൂടുതൽ അക്രമാസക്തരാവുകയാണ് ചെയ്തത്. വിപ്ലവ പ്രസ്ഥാനങ്ങളെയും തൊഴിലാളി സംഘടനകളെയും വേരോടെ പിഴുതെറിയാൻ അവർ തീരുമാനിച്ചു. ഇതിനായി 2 പുതിയ കരിനിയമങ്ങൾ കൊണ്ടുവരാൻ അവർ പദ്ധതിയിട്ടു. ഒന്നാമത്തേത് പബ്ലിക് സേഫ്റ്റി ബിൽ. ഈ നിയമമനുസരിച്ച് സർക്കാരിന് സംശയം തോന്നുന്ന ആരെയും, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ, വിചാരണ കൂടാതെ നാട് കടത്താൻ കഴിയും. രണ്ടാമത്തേത് ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ബിൽ. തൊഴിലാളികൾ സമരം ചെയ്യുന്നതും പണിമുടക്കുന്നതും നിയമവിരുദ്ധമാക്കുന്ന ഒരു ഭീകര നിയമമായിരുന്നു ഇത്. തൊഴിലാളികളുടെ അവസാനത്തെ പ്രതിരോധ മാർഗത്തെ പോലും ഇല്ലാതാക്കുകയായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ 2 ബില്ലുകളും നിയമമായാൽ അത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെയും സാധാരണ തൊഴിലാളികളുടെ ജീവിതത്തെയും സാരമായി ബാധിക്കുമെന്ന് ഭഗത് സിംഗിനും HSRയ്ക്കും അറിയാമായിരുന്നു. അവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ നിയമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണം. പക്ഷേ എങ്ങനെ? ലഘുലേഖകൾ വിതരണം ചെയ്തതുകൊണ്ടോ രഹസ്യയോഗങ്ങൾ കൂടിയതുകൊണ്ടോ ഒരു കാര്യവുമില്ല. രാജ്യത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ കിട്ടുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു പ്രവൃത്തി വേണം. ആ ചിന്തയിൽ നിന്നാണ് ചരിത്രത്തിലെ ആ സാഹസികമായ പദ്ധതി രൂപം കൊള്ളുന്നത്. ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, അതായത് അന്നത്തെ പാർലമെന്റിൽ, ബോംബെറിയുക. പക്ഷെ അവരുടെ ലക്ഷ്യം ആരെയും കൊല്ലുക എന്നതായിരുന്നില്ല. അതവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. സോണ്ടേഴ്സിനെ വധിച്ചത് പ്രതികാരത്തിനായിരുന്നു. എന്നാൽ ഇതല്ല, ഇതൊരു സന്ദേശം നൽകാനാണ്. വർഷങ്ങളായി ഇന്ത്യയിലെ ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാത്ത ബധിരരായ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കാതുകളിൽ ഒരു ശബ്ദമെത്തിക്കാൻ. അതുകൊണ്ട് അവർ നിർമ്മിച്ച ബോംബുകൾ വളരെ ശക്തി കുറഞ്ഞവയായിരുന്നു. ആരെയും കൊല്ലാനോ ഗുരുതരമായി പരിക്കേൽപ്പിക്കാനോ ശേഷിയില്ലാത്ത, എന്നാൽ കാതടപ്പിക്കുന്ന ശബ്ദവും ധാരാളം പുകയും ഉണ്ടാക്കാൻ കഴിയുന്ന ബോംബുകൾ.
ഫ്രഞ്ച് വിപ്ലവകാരിയായ ആഗസ്റ്റു വൈലാൻഡ് ഒരിക്കൽ ഫ്രഞ്ച് പാർലമെന്റിൽ ബോംബെറിഞ്ഞ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭഗത് സിംഗ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. വൈലാൻഡ് അന്ന് പറഞ്ഞത് ബധിരരെ കേൾപ്പിക്കാൻ ഒരു വലിയ ശബ്ദം ആവശ്യമാണ് എന്നാണ്. ആ വാക്കുകൾ ഭഗത് സിംഗിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഈ ദൗത്യം ആരാണ് ഏറ്റെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് HSRAയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ വലിയ ചർച്ചകൾ നടന്നു. ഭഗത് സിംഗും ബടുകേശ്വർ ദത്തും ഈ ജോലിക്ക് സന്നദ്ധത അറിയിച്ചു. എന്നാൽ ചന്ദ്രശേഖർ ആസാദ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ഭഗത് സിംഗ് ഈ ദൗത്യത്തിന് പോകുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം ഭഗത് സിംഗ് വെറുമൊരു പോരാളി മാത്രമല്ല, അദ്ദേഹം സംഘടനയുടെ തലച്ചോറാണ്. അദ്ദേഹത്തിൻ്റെ അറിവും പ്രത്യാശയപരമായ വ്യക്തതയും സംഘടനയ്ക്ക് അമൂല്യമാണ്. സോണ്ടേസ് വധത്തിനു ശേഷം പോലീസ് അവനെ ഭ്രാന്തമായി തിരയുകയാണ്. അങ്ങനെ ഒരാൾ മനഃപൂർവ്വം പോലീസിന് പിടികൊടുക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് ആസാദ് വാദിച്ചു. ബോംബെറിയാൻ മറ്റാരെയെങ്കിലും അയക്കാം, ഭഗത് സിംഗ് ഒളിവിലിരുന്ന് സംഘടനയെ നയിക്കണം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. പക്ഷേ ഭഗത് സിംഗ് വഴങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തികച്ചും വ്യത്യസ്തമായ ഒരു പദ്ധതിയായിരുന്നു. അദ്ദേഹം തൻ്റെ സഖാക്കളോട് പറഞ്ഞു, ബോംബെറിയുക എന്നത് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മൾ ബോംബെറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടാൽ ബ്രിട്ടീഷ് സർക്കാർ നമ്മളെ വെറും തീവ്രവാദികളായി ചിത്രീകരിക്കും. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം ആരും അറിയില്ല. എന്നാൽ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാതെ സ്വയം അറസ്റ്റ് വരിക്കുകയാണെങ്കിലോ നമുക്കൊരു കോടതി കിട്ടും. ആ കോടതി ഒരു വിചാരണ മുറിയായിരിക്കില്ല, മറിച്ച് നമ്മുടെ ആശയങ്ങൾ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയാനുള്ള ഒരു വേദിയായിരിക്കും. പത്രങ്ങൾ നമ്മുടെ ഓരോ വാക്കും റിപ്പോർട്ട് ചെയ്യും. എന്താണ് ഇൻക്ലാബ് സിന്ദാബാദ് എന്നതിൻ്റെ അർത്ഥമെന്നും എങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് നമ്മൾ സ്വപ്നം കാണുന്നതെന്നും രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ അറിയും. അതിന് ഞാൻ തന്നെ പോകണം. എൻ്റെ അറസ്റ്റും വിചാരണയും നമ്മുടെ പ്രസ്ഥാനത്തിന് നൽകുന്ന പ്രചാരം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. ഭഗത് സിംഗിന്റെ ഈ വാക്കുകൾക്ക് മുന്നിൽ മറ്റുള്ളവർക്ക് മറുപടിയില്ലാതായി. അതൊരു സാധാരണ വിപ്ലവകാരിയുടെ ചിന്തയല്ല, മറിച്ച് ഒരു ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയക്കാരന്റെ തന്ത്രമായിരുന്നു. തന്റെ ജീവൻ ബലിയർപ്പിച്ചിട്ടായാലും താൻ വിശ്വസിക്കുന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒടുവിൽ കേന്ദ്ര കമ്മിറ്റി അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് മുന്നിൽ തലകുനിച്ചു. ഭഗത് സിംഗിനൊപ്പം ബട്ടകേശ്വർ ദത്തും പോകാൻ തീരുമാനമായി. 1929 ഏപ്രിൽ 8 ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. വൈസ്രോയിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അംഗങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ച് ബില്ല് പാസാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സർക്കാർ. സന്ദർശകർക്കുള്ള ഗാലറിയിൽ നല്ല വസ്ത്രം ധരിച്ച 2 ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു, ഭഗത് സിംഗും ബട്ടുകേശ്വർ ദത്തും. അവരുടെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. അവർ ശാന്തരായി താഴെ നടക്കുന്ന നാടകങ്ങൾ വീക്ഷിക്കുകയായിരുന്നു. ബില്ല് പാസാക്കിയതായി സ്പീക്കർ പ്രഖ്യാപിച്ച ആ നിമിഷം അവർ 2 പേരും എഴുന്നേറ്റു നിന്നു. ഭഗത് സിംഗ് തന്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ ബോംബ് ആരുമില്ലാതിരുന്ന ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ട്രഷറി ബെഞ്ചുകൾക്ക് പിന്നിലായി എറിഞ്ഞു. പിന്നാലെ ദത്തും 2ാമത്തെ ബോംബ് എറിഞ്ഞു. അവ വലിയ ശബ്ദത്തോടെ ആ ഹാളിൽ മുഴങ്ങി. ഹാൾ മുഴുവൻ കറുത്ത പുക കൊണ്ട് നിറഞ്ഞു. അംഗങ്ങൾ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് 4 പാടും ഓടാൻ തുടങ്ങി. പലരും മേശകൾക്കടിയിൽ ഒളിച്ചു. ആകെ ബഹളവും അലങ്കോലവും. ആ പുകപടലങ്ങൾക്കിടയിൽ ആ 2 ചെറുപ്പക്കാർ മാത്രം ഒരു കൂസലുമില്ലാതെ അവിടെ തന്നെ നിന്നു. അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ലഘുലേഖകൾ താഴേക്ക് വിതറി. എന്നിട്ട് ഉറക്കെ ആ ഹാൾ മുഴുവൻ കേൾക്കുമാർ അവർ മുദ്രാവാക്യം വിളിച്ചു: ഇൻഖുലാബ് സിന്ദാബാദ്, വിപ്ലവം ജയിക്കട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ. അവരുടെ ശബ്ദം ആ ഭയത്തിന്റെ അന്തരീക്ഷത്തിലും ഒരു ഇടിമുഴക്കം പോലെ മുഴങ്ങി. അവർക്ക് വേണമെങ്കിൽ ആ ബഹളത്തിനിടയിൽ എളുപ്പത്തിൽ ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവർ അനങ്ങിയില്ല. പോലീസ് സാർജന്റായ ടെറി ഓടിയെത്തിയപ്പോൾ അവരൊരു ചെറുത്തുനിൽപ്പും കൂടാതെ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ താഴെ വെച്ച് കീഴടങ്ങി. ഭഗത് സിംഗിന്റെ പദ്ധതിയുടെ ആദ്യഘട്ടം അവിടെ വിജയകരമായി അവസാനിക്കുകയായിരുന്നു. ഇനി തുടങ്ങുന്നത് 2ാം ഘട്ടമാണ്, കോടതി മുറിയിലെ പോരാട്ടം. ബധിരരായ ബ്രിട്ടീഷ് കാതുകളിലേക്ക് അവരൊരു ശബ്ദം എത്തിച്ചു കഴിഞ്ഞിരുന്നു. ഇനി ആ ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് ലോകത്തെ പഠിപ്പിക്കാനുള്ള സമയമായിരുന്നു. അസംബ്ലിയിൽ ബോംബെറിഞ്ഞ് ഒരു തരിമ്പ് പോലും ഭയമില്ലാതെ ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ച് പോലീസിന് കീഴടങ്ങിയ ആ 2 ചെറുപ്പക്കാരുടെ വാർത്ത കാട്ടുതീ പോലെയാണ് ഇന്ത്യ മുഴുവൻ പടർന്നത്. പിറ്റേ ദിവസത്തെ പത്രങ്ങളുടെ എല്ലാം തലക്കെട്ട് അതായിരുന്നു: ആരാണിവർ? എന്തിനാണിവരിത് ചെയ്തത്? ബ്രിട്ടീഷ് സർക്കാർ കരുതിയത് ഇവരെ വെറും ഭ്രാന്തന്മാരായ തീവ്രവാദികളായി ചിത്രീകരിച്ച് വേഗം വിചാരണ നടത്തി ശിക്ഷിച്ച് വിഷയം അവസാനിപ്പിക്കാം എന്നാണ്. പക്ഷേ ഭഗത് സിംഗിന്റെ മനസ്സിലുണ്ടായിരുന്നത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചതും കാത്തിരുന്നതും ഈ ഒരു അവസരത്തിനു വേണ്ടിയായിരുന്നു. ഒരു കോടതി മുറി, കുറച്ചു പത്രപ്രവർത്തകർ, പിന്നെ കേൾക്കാൻ തയ്യാറുള്ള ഒരു രാജ്യം. വിചാരണ ഡൽഹിയിലെ സെഷൻസ് കോടതിയിൽ ആരംഭിക്കുന്നു.
ഓരോ തവണ ഭഗത് സിംഗിനെയും ബടുകേശ്വർ ദത്തിനെയും കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും അവർ പുഞ്ചിരിച്ചുകൊണ്ട് കോടതി മുറിയിലേക്ക് കടന്നുവരും. എന്നിട്ട് ഉറക്കെ മുദ്രാവാക്യം വിളിക്കും, ഇൻഖിലാബ് സിന്ദാബാദ്, സാമ്രാജ്യത്വം തുലയട്ടെ. അവരുടെ ഈ പ്രവൃത്തി ജഡ്ജിയെയും പോലീസുകാരെയും ഒരുപോലെ പ്രകോപിപ്പിച്ചു. പക്ഷേ അവർക്കതൊരു ശീലമായി മാറി. അതൊരു വെറും മുദ്രാവാക്യം വിളി മാത്രമായിരുന്നില്ല, മറിച്ച് ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയെ തങ്ങൾ ഒട്ടും ഭയക്കുന്നില്ല എന്നതിൻ്റെ പ്രഖ്യാപനമായിരുന്നു. കോടതിക്ക് പുറത്ത് വലിയ ജനക്കൂട്ടം അവരെ ഒരു നോക്ക് കാണാനായി തടിച്ചുകൂടും. അവരുടെ പേരുകൾ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും എത്താൻ തുടങ്ങി. അവരുടെ കേസ് വാദിക്കാൻ നിയോഗിക്കപ്പെട്ടത് അസഫ് അലി എന്ന പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായിരുന്നു. പക്ഷേ കേസിൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത് ജയിലിൻ്റെ 4 ചുമരുകൾക്കുള്ളിലിരുന്ന് ഭഗത് സിംഗ് തന്നെയായിരുന്നു. പ്രതിഭാഗം വക്കീലിനെ പോലെയല്ല, മറിച്ച് കേസ് വാദിക്കുന്ന ഒരു അഭിഭാഷകനെ പോലെയാണ് അദ്ദേഹം കാര്യങ്ങളെ സമീപിച്ചത്. അസഫ് അലിയോട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, നമ്മൾ ഈ കേസിൽ ജയിക്കാൻ വേണ്ടി വാദിക്കുന്നതല്ല. ബോംബെറിഞ്ഞത് നമ്മൾ തന്നെയാണ്, അത് നമ്മൾ നിഷേധിക്കാൻ പോകുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്തിനാണ് നമ്മൾ ബോംബെറിഞ്ഞതെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുക എന്നതാണ്. ഈ കോടതിയെ നമ്മളൊരു പ്രചാരണ വേദിയാക്കി മാറ്റണം. അങ്ങനെ 1929 ജൂൺ 6-ന് ഭഗത് സിംഗ് കോടതിയിൽ ആ ചരിത്രപ്രസിദ്ധമായ പ്രസ്താവന നടത്തി. അതൊരു പ്രതിയുടെ കുറ്റസമ്മതമൊഴിയായിരുന്നില്ല, മറിച്ച് ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആശയ സംഹിതയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ബോംബെറിഞ്ഞത് ആരെയും കൊല്ലാനല്ല, ഞങ്ങൾ മനുഷ്യജീവനെ ആദരിക്കുന്നവരാണ്. പക്ഷേ ബധിരരെ കേൾപ്പിക്കാൻ ഒരു വലിയ ശബ്ദം ആവശ്യമാണ്. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല. അവർ ഞങ്ങളുടെ മേൽ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു അത്. അദ്ദേഹം തുടർന്നു, ഞങ്ങൾ ഇൻകുലാബ് അഥവാ വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ബോംബും പിസ്റ്റളുമല്ല. നിലവിലുള്ള വ്യവസ്ഥിതി മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഈ സാമ്പത്തിക വ്യവസ്ഥ മാറണം. തൊഴിലാളികൾക്കും കർഷകർക്കും അധികാരം ലഭിക്കണം. ഒരു രാജ്യത്തെ ജനങ്ങളെ മറ്റൊരു രാജ്യം അടക്കി ഭരിക്കുന്നത് അവസാനിക്കണം. ഈ വലിയ ലക്ഷ്യങ്ങൾക്കു വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഭഗത് സിംഗിൻ്റെയും ദത്തിൻ്റെയും ഈ വാക്കുകൾ പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. അതുവരെ അവരെ വെറും അക്രമകാരികളായി കണ്ടിരുന്ന പലരും ചിന്തിക്കാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാർക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അവർ സംസാരിക്കുന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിന് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. കോടതി മുറിക്കകത്ത് നടക്കുന്ന വിചാരണയേക്കാൾ വലിയൊരു വിചാരണ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ നടക്കുകയായിരുന്നു. ഭഗത് സിംഗും ബടുകേശ്വർ ദത്തും വെറും കുറ്റവാളികളല്ല, മറിച്ച് തങ്ങളുടെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയ നായകന്മാരാണെന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ, തിരിച്ചറിയാൻ തുടങ്ങി. കോടതി മുറിയിൽ ഓരോ ദിവസവും ഒരു നാടകം പോലെയായിരുന്നു. അവർ ബ്രിട്ടീഷ് ജഡ്ജിയെ പരിഹസിക്കുന്നു, സാമ്രാജ്യത്വത്തിൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഒരിക്കൽ കോടതിയിൽ വെച്ച് അവർ മുഹമ്മദ് ഇക്ബാലിൻ്റെ പ്രശസ്തമായ സർഫറോഷി കി തമന്ന എന്ന കവിത ഉറക്കെ പാടി. അർപ്പണത്തിൻ മോഹം ഞങ്ങളുടെ മനസ്സിലുണ്ട്, നോക്കട്ടെ ആരാണ് കൂടുതൽ കരുത്തരെന്ന്. ആ വരികൾ കോടതി മുറിയിൽ അലയടിച്ചപ്പോൾ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള ഒരു വെല്ലുവിളിയായി മാറി. അവർ കോടതി നടപടികളെ തടസ്സപ്പെടുത്തുന്നില്ല, മറിച്ച് അതിനെ അതിവിദഗ്ധമായി തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരവസരമാക്കി മാറ്റുകയാണ്. ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും ഒരു ചർച്ചയുണ്ട്. ഭഗത് സിംഗിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം അദ്ദേഹത്തിൻ്റെ പിസ്റ്റലായിരുന്നോ അതോ അദ്ദേഹത്തിൻ്റെ വാക്കുകളും ബുദ്ധിയുമായിരുന്നോ എന്ന്. ഈ വിചാരണ നാടകം കാണുമ്പോൾ രണ്ടാമത്തേതായിരുന്നു ശരിയെന്ന് ആർക്കും തോന്നിപ്പോകും. എന്നാൽ ബ്രിട്ടീഷ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഈ വാദങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവരുടെ കണ്ണിൽ ഇവർ നിയമം ലംഘിച്ച കുറ്റവാളികളാണ്. വിചാരണ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി. 1929 ജൂൺ 12-ന് കോടതി വിധി പറഞ്ഞു. ഭഗത് സിംഗിനും ബടുകേശ്വർ ദത്തിനും ജീവപര്യന്തം തടവ്. അവർ ആൻഡമാനിലെ കുപ്രസിദ്ധമായ സെല്ലുലാർ ജയിലിലേക്ക്, അതായത് കാലാപാനിയിലേക്ക് അയക്കാനായിരുന്നു വിധി. ബ്രിട്ടീഷ് സർക്കാർ ആശ്വസിച്ചു. തലവേദനയായ 2 വിപ്ലവകാരികളെ ഇനി ലോകം കാണാത്തൊരിടത്തേക്ക് അയച്ച് വിഷയം അവസാനിപ്പിക്കാമെന്നവർ കരുതി. ഭഗത് സിംഗിൻ്റെ പദ്ധതിയുടെ 2ാം ഘട്ടവും അവിടെ അവസാനിക്കുകയാണെന്ന് പലരും വിചാരിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സർക്കാരിന് ഒരു കാര്യം അറിയില്ലായിരുന്നു. ഇത് വെറും ഒരു തുടക്കം മാത്രമായിരുന്നു. സോണ്ടേഴ്സ് വധത്തിന് ശേഷം ഭഗത് സിംഗിനെതിരെ ശക്തമായ തെളിവുകളൊന്നും പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എന്നാൽ അസംബ്ലി ബോംബ് കേസിൽ അദ്ദേഹം സ്വയം പിടികൊടുത്തപ്പോൾ അവർക്ക് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ കിട്ടി. ഈ അവസരം ഉപയോഗിച്ച് അവർ സോണ്ടേഴ്സ് കേസ് വീണ്ടും കുത്തിപ്പൊക്കി. HSRAയിലെ ചില പ്രവർത്തകരെ അവർ അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ ചിലർ മാപ്പുസാക്ഷികളായി മാറി.
ഭഗത് സിംഗ് ആണ് സോണ്ടേഴ്സിനെ വെടിവെച്ചതെന്ന് അവർ മൊഴി നൽകി. അതോടെ കളിയുടെ നിയമങ്ങൾ മാറി. അസംബ്ലി ബോംബ് കേസ് വെറുമൊരു നാടകമായിരുന്നെങ്കിൽ ഇനി വരാൻ പോകുന്നത് ജീവനും മരണവും തമ്മിലുള്ള ഒരു പോരാട്ടമാണെന്ന് ഭഗത് സിംഗിന് അറിയാമായിരുന്നു. ഡൽഹിയിലെ ജയിലിൽ നിന്ന് ഭഗത് സിംഗിനെയും കൂട്ടാളികളെയും ലാഹോറിലേക്ക് കൊണ്ടുവരുന്നു. ലാഹോർ ഗൂഢാലോചന കേസ് എന്ന പേരിൽ ഒരു പുതിയ വിചാരണ ആരംഭിക്കുകയാണ്. ഇത്തവണ കേസ് കൊലപാതകമാണ്. ബ്രിട്ടീഷ് നിയമം അനുസരിച്ച് അതിനുള്ള ശിക്ഷ തൂക്കുമരമാണ്. കോടതി മുറിയിലെ പ്രചാരണം എന്നതിലുപരി ബ്രിട്ടീഷ് നീതിന്യായ വ്യവസ്ഥയുടെ കാപട്യം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാനുള്ള ഒരു വലിയ അവസരമാണ് തനിക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് ഭഗത് സിംഗ് തിരിച്ചറിഞ്ഞു. ഡൽഹിയിൽ അദ്ദേഹം വിതച്ച വിത്തുകൾ ലാഹോറിലെ കോടതി മുറിയിൽ ഒരു വലിയ കൊടുങ്കാറ്റായി മാറാൻ പോവുകയായിരുന്നു. വിചാരണ ഒരു നാടകവേദിയാക്കിയ വിപ്ലവകാരി ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ലാഹോറിലെ കോടതിയിൽ സോണ്ടേഴ്സ് വധത്തിൻ്റെ വിചാരണ ആരംഭിക്കുമ്പോൾ ഭഗത് സിംഗും സഖാക്കളും മറ്റൊരു പോരാട്ടത്തിനു കൂടി തയ്യാറെടുക്കുകയായിരുന്നു. അത് കോടതി മുറിക്കകത്തുള്ള നിയമപരമായ പോരാട്ടമായിരുന്നില്ല, മറിച്ച് ജയിലിൻ്റെ ഇരുണ്ട ഇടനാഴികളിൽ തങ്ങളുടെ ആത്മാഭിമാനത്തിനും മനുഷ്യനെന്ന നിലയിലുള്ള അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. അസംബ്ലി ബോംബ് കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ഡൽഹി ജയിലിൽ നിന്ന് ലാഹോറിലെ മിയാൻവാലി ജയിലിലേക്ക് അവരെ മാറ്റിയപ്പോൾ അവർ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കാപട്യം അതിൻ്റെ ഏറ്റവും നഗ്നമായ രൂപത്തിൽ അവർ അവിടെ കണ്ടു. ജയിലിൽ 2 തരം നിയമങ്ങളായിരുന്നു. ഒന്ന് വെള്ളക്കാരായ യൂറോപ്യൻ തടവുകാർക്കും മറ്റൊന്ന് ഇന്ത്യക്കാരായ തടവുകാർക്കും. യൂറോപ്യൻ തടവുകാർക്ക് താമസിക്കാൻ വൃത്തിയുള്ള മുറികളുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, പാല്, മുട്ട, റൊട്ടി, വെണ്ണ, അങ്ങനെ പോകുന്നു അവരുടെ മെനു. അവർക്ക് വായിക്കാൻ പത്രങ്ങളും പുസ്തകങ്ങളും കിട്ടും, എഴുതാൻ പേനയും കടലാസുമുണ്ട്. ചുരുക്കത്തിൽ ജയിലിലാണെങ്കിലും അവർക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇനി ഇന്ത്യക്കാരുടെ കാര്യമോ? അവരെ മനുഷ്യരായി പോലും കണക്കാക്കിയിരുന്നില്ല. താമസിക്കാൻ കൊടുക്കുന്നത് എലികളും പാറ്റകളും ഓടി നടക്കുന്ന വെളിച്ചം കടക്കാത്ത ഇടുങ്ങിയ സെല്ലുകളാണ്. ടോയ്ലറ്റുകൾ വൃത്തിഹീനമാണ്, അതിൽ നിന്ന് ദുർഗന്ധം വമിച്ചുകൊണ്ടേയിരിക്കും. ഭക്ഷണമെന്ന് പറയാൻ എന്തോ ഒന്ന് കൊടുക്കും, പുഴുക്കൾ നിറഞ്ഞ കല്ലും മണ്ണും കലർന്ന ഗോതമ്പിൻ്റെ റൊട്ടിയും വെള്ളം പോലുള്ള പരിപ്പ് കറിയും. വായിക്കാനോ എഴുതാനോ ഒന്നും കൊടുക്കില്ല. പോരാത്തതിന് രാഷ്ട്രീയ തടവുകാരെന്ന ഒരു പരിഗണനയുമില്ല. കൊടും കുറ്റവാളികളെപ്പോലെയാണ് അവരോടുള്ള പെരുമാറ്റം. അവരെക്കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കും, ചക്കി തിരിപ്പിക്കും, കയറ് പിരിപ്പിക്കും. ഈ വിവേചനം കണ്ട് ഭഗത് സിംഗിൻ്റെ രക്തം തിളച്ചു. താനൊരു കൊലപാതക കേസിലെ പ്രതിയാണെന്നും ഒരുപക്ഷെ തൂക്കുമരം വിധിക്കപ്പെട്ടേക്കാമെന്നും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ മരിക്കുന്നതിനു മുൻപ് ഈ അനീതിക്കെതിരെ പോരാടണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന രാഷ്ട്രീയ തടവുകാരാണ്, അല്ലാതെ മോഷ്ടാക്കളോ കൊള്ളക്കാരോ അല്ല. അതുകൊണ്ട് തങ്ങൾക്ക് രാഷ്ട്രീയ തടവുകാരുടെ പദവി നൽകണമെന്നും യൂറോപ്യൻ തടവുകാർക്ക് നൽകുന്ന അതേ സൗകര്യങ്ങൾ തങ്ങൾക്കും നൽകണമെന്നും അവർ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു. നല്ല ഭക്ഷണം, വൃത്തിയുള്ള വസ്ത്രം, വായിക്കാൻ പുസ്തകങ്ങൾ, എഴുതാൻ സൗകര്യം, ഇതായിരുന്നു അവരുടെ ലളിതമായ ആവശ്യങ്ങൾ. പക്ഷേ ബ്രിട്ടീഷ് അധികാരികൾ ആ ആവശ്യങ്ങൾ പുച്ഛിച്ചു തള്ളി. ഇന്ത്യക്കാരായ തടവുകാർ ഇതൊന്നും അർഹിക്കുന്നില്ലെന്നായിരുന്നു അവരുടെ മനോഭാവം. പലതവണ അപേക്ഷിച്ചിട്ടും ഒരു ഫലവുമില്ലെന്ന് കണ്ടപ്പോൾ ഭഗത് സിംഗും ബടുകേശ്വർ ദത്തും ആ അറ്റകൈ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. തങ്ങളുടെ മുന്നിലുള്ള ഏക ആയുധം സ്വന്തം ശരീരം തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. 1929 ജൂൺ 15 അവർ ജയിലിൽ തങ്ങളുടെ ഐതിഹാസികമായ നിരാഹാര സമരം ആരംഭിച്ചു. ഇത് തങ്ങളുടെ വ്യക്തിപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമായിരുന്നില്ല, മറിച്ച് ബ്രിട്ടീഷ് ജയിലുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ രാഷ്ട്രീയ തടവുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ ജയിൽ അധികൃതർ ഇത് കാര്യമാക്കിയില്ല. വിശക്കുമ്പോൾ അവർ തനിയെ കഴിച്ചോളും എന്നായിരുന്നു അവരുടെ ധാരണ. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയി. ഭഗത് സിംഗും ദത്തും ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ തങ്ങളുടെ സമരത്തിൽ ഉറച്ചുനിന്നു. അവരുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. ഈ വാർത്ത പുറം ലോകമറിഞ്ഞതോടെ ലാഹോർ ഗൂഢാലോചന കേസിലെ മറ്റു പ്രതികളായ ജതിൻ ദാസ്, സുഖ്ദേവ്, അജയ് ഘോഷ് തുടങ്ങിയവരും നിരാഹാര സമരത്തിൽ പങ്കുചേർന്നു. അതോടെ സമരം കൂടുതൽ ശക്തമായി. ജയിലിനകത്ത് തടവുകാർ, പുറത്ത് രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതോടെ അധികാരികൾക്ക് പേടിയായി തുടങ്ങി. ഈ തടവുകാരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നവർ ഭയന്നു. അധികാരികൾ സമരക്കാരെ ബലം പ്രയോഗിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതൊരു ക്രൂരമായ പീഡനമുറയായിരുന്നു. സമരക്കാരെ കസേരയിൽ കെട്ടിയിടും, എന്നിട്ട് മൂക്കിലൂടെ ഒരു റബ്ബർ ട്യൂബ് ആമാശയത്തിലേക്ക് കടത്തും.
ആ ട്യൂബിലൂടെ പാൽ നിർബന്ധിച്ച ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് ശ്വാസനാളത്തിൽ കയറി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അതിവേദനാജനകമായ ഒരു പ്രക്രിയയാണ്. ഭഗത് സിംഗും സഖാക്കളും ഇതിനെ ധീരമായി ചെറുത്തു. അവർ ട്യൂബ് കടത്തുമ്പോൾ ശ്വാസം പിടിച്ച് ചെറുക്കും. ചിലപ്പോൾ ട്യൂബ് ശ്വാസകോശത്തിൽ കയറി അവർക്ക് അസഹനീയമായ വേദനയുണ്ടാകും. പക്ഷേ അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഓരോ തവണ ബലമായി ഭക്ഷണം കഴിപ്പിക്കുമ്പോഴും അവർ അത് ഛർദ്ദിച്ചു പുറത്തു കളയും. അവരുടെ ശരീരം തളർന്നു, പക്ഷേ മനസ്സ് തളർന്നില്ല. ഈ സമരത്തിലെ ഏറ്റവും ധീരനായ പോരാളി ജതിൻ ദാസ് ആയിരുന്നു. ബംഗാളിൽ നിന്നുള്ള ഈ വിപ്ലവകാരിക്ക് ഇതിനു മുൻപും നിരാഹാര സമരം നടത്തി പരിചയമുണ്ട്. അദ്ദേഹം സമരത്തിൽ ഉറച്ചുനിന്നു. ബലം പ്രയോഗിച്ചു ഭക്ഷണം കഴിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അദ്ദേഹം പരാജയപ്പെടുത്തി. ദിവസങ്ങൾ കഴിയുന്തോറും ജതിൻ ദാസിന്റെ നില വഷളായിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം എല്ലും തോലുമായി. എഴുന്നേൽക്കാൻ പോലും ശേഷിയില്ലാതെ അദ്ദേഹം കിടപ്പിലായി. പക്ഷേ ആ കണ്ണുകളിലെ തീക്ഷ്ണതയ്ക്ക് ഒരു കുറവും വന്നില്ല. തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഒരിറ്റു വെള്ളം പോലും കുടിക്കില്ലെന്ന് അദ്ദേഹം ശഠിച്ചു. ഡോക്ടർമാർ വന്നു നോക്കി. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകി. പക്ഷേ ജതിൻ ദാസ് കുലുങ്ങിയില്ല. ഒടുവിൽ 63 ദിവസത്തെ ഐതിഹാസികമായ നിരാഹാര സമരത്തിന് ശേഷം 1929 സെപ്റ്റംബർ 13 ജതിൻ ദാസ് എന്ന ആ ധീര വിപ്ലവകാരി ജയിലിനകത്തുവെച്ച് തൻ്റെ അവസാന ശ്വാസം വലിച്ചു. തൻ്റെ സഹപോരാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അദ്ദേഹം മരണം വരിച്ചു. ഈ വാർത്ത രാജ്യത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. അതൊരു മരണമായിരുന്നില്ല, അതൊരു ബലിദാനമായിരുന്നു. ജതിൻ ദാസിൻ്റെ മൃതദേഹം ജയിലിൽ നിന്ന് വിട്ടുകിട്ടിയപ്പോൾ ലാഹോറിൽ നിന്ന് കൽക്കത്തയിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു വിലാപയാത്രയായിട്ടാണ് അത് കൊണ്ടുപോയത്. അവർ കടന്നുപോയ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം ആയിരക്കണക്കിന് ആളുകൾ ആ ധീരപുത്രന് അന്തിമോപചാരം അർപ്പിക്കാൻ തടിച്ചുകൂടി. സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള നേതാക്കൾ നേരിട്ടെത്തി ആ ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ജതിൻ ദാസിൻ്റെ മരണം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ മുഖത്തേറ്റ അടിയായിരുന്നു. ലോകത്തിനു മുന്നിൽ അവർ നാണം കെട്ടു. രാഷ്ട്രീയ തടവുകാരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നൊരു ഭരണകൂടമെന്ന ചീത്തപ്പേരവർക്ക് കിട്ടി. ചില ചരിത്ര നിരീക്ഷകർ ഇന്നും അത്ഭുതപ്പെടാറുണ്ട്. ആ നിരാഹാര സമരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ധാർമ്മിക അടിത്തറയെ എത്രമാത്രം ദുർബലപ്പെടുത്തിയെന്ന്. കനത്ത ജനകീയ സമ്മർദ്ദത്തിനു മുന്നിൽ ഒടുവിൽ ബ്രിട്ടീഷ് സർക്കാർ മുട്ടുമടക്കി. അവർ രാഷ്ട്രീയ തടവുകാരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായി. തടവുകാരുടെ അവസ്ഥ പഠിക്കാൻ ഒരു ജയിൽ അന്വേഷണ കമ്മിറ്റിയെ നിയമിച്ചു. രാഷ്ട്രീയ തടവുകാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകാമെന്ന് അവർ ഉറപ്പു നൽകി. ഈ ഉറപ്പിന്മേൽ ജതിൻ ദാസിൻ്റെ മരണത്തിന് ശേഷം 116 ദിവസത്തോളം നീണ്ടുനിന്ന ആ ഐതിഹാസികമായ സമരം ഭഗത് സിംഗും സഖാക്കളും അവസാനിപ്പിച്ചു. അതൊരു സമ്പൂർണ്ണ വിജയമായിരുന്നില്ല, പക്ഷെ അതൊരു വലിയ ധാർമ്മിക വിജയമായിരുന്നു. ജയിലിനകത്ത് തങ്ങളെ ബന്ധനസ്ഥനാക്കാമെങ്കിലും തങ്ങളുടെ ആത്മാവിനെ തോൽപ്പിക്കാൻ ഒരു സാമ്രാജ്യത്തിനും കഴിയില്ലെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ സമരം ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും പ്രശസ്തി ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ചു. അവർ വെറും ബോംബെറിയുന്ന വിപ്ലവകാരികളല്ല, മറിച്ച് മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറുള്ള പോരാളികളാണെന്ന് രാജ്യം തിരിച്ചറിഞ്ഞു. നിരാഹാര സമരത്തിൻ്റെ ക്ഷീണം മാറും മുൻപേ അവർക്ക് വീണ്ടും കോടതി മുറിയിലേക്ക് പോകേണ്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഒരു യുദ്ധം അവർ ജയിച്ചു കഴിഞ്ഞിരുന്നു. ഇനി അടുത്ത യുദ്ധത്തിനുള്ള സമയമാണ്. നിരാഹാര സമരത്തിൻ്റെ ധാർമ്മിക വിജയം നൽകിയ ആത്മവിശ്വാസവുമായി ഭഗത് സിംഗും സഖാക്കളും ലാഹോർ ഗൂഢാലോചന കേസിൻ്റെ വിചാരണയ്ക്കായി വീണ്ടും കോടതിയിലേക്കെത്തുന്നു. എന്നാൽ അവർക്കു മുന്നിൽ ബ്രിട്ടീഷ് സർക്കാർ ഒരുക്കിയിരുന്നത് നീതിയുടെ ഒരു നാടകം പോലുമായിരുന്നില്ല, മറിച്ച് നിയമത്തെ പരസ്യമായി കശാപ്പ് ചെയ്യുന്ന ഒരറവുശാലയായിരുന്നു. ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും വാദങ്ങളും കോടതിയെ അവർ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന രീതിയും ബ്രിട്ടീഷ് സർക്കാരിന് വലിയ തലവേദനയായിരുന്നു. സാധാരണ രീതിയിൽ ഈ വിചാരണ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വർഷങ്ങൾ നീളുമെന്നും ഓരോ ദിവസവും ഭഗത് സിംഗിൻ്റെ പ്രശസ്തി കൂടിക്കൊണ്ടേയിരിക്കുമെന്നും അവർ ഭയന്നു. അതുകൊണ്ട് അവർ നിയമവ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കാൻ തീരുമാനിച്ചു. 1930 മെയ് 1 അന്നത്തെ വൈസ്രോയിയായിരുന്ന ഇർവിൻ പ്രഭു ലാഹോർ ഗൂഢാലോചന കേസ് ഓർഡിനൻസ് എന്ന പേരിൽ ഒരു പ്രത്യേക നിയമം പുറത്തിറക്കി. ഈ നിയമപ്രകാരം കേസ് വിചാരണ ചെയ്യാൻ സാധാരണ കോടതിക്ക് പകരം 3 ജഡ്ജിമാർ അടങ്ങുന്ന ഒരു പ്രത്യേക ട്രൈബ്യൂണൽ രൂപീകരിച്ചു. ഈ ട്രൈബ്യൂണലിന് അസാധാരണമായ അധികാരങ്ങളാണുണ്ടായിരുന്നത്.
പ്രതികളുടെയോ അവരുടെ അഭിഭാഷകരുടെയോ സാന്നിധ്യമില്ലാതെ പോലും വിചാരണ നടത്താം. സാധാരണ കോടതി നടപടികളൊന്നും പാലിക്കേണ്ടതില്ല. ഏറ്റവും ഭീകരമായ കാര്യം, ഈ ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമായിരിക്കും, അതിനെതിരെ അപ്പീൽ പോകാൻ കഴിയില്ല എന്നതായിരുന്നു. ചുരുക്കത്തിൽ ഭഗത് സിംഗിനെയും കൂട്ടരെയും എത്രയും പെട്ടെന്ന് തൂക്കിലേറ്റാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ നിയമത്തെ വളച്ചൊടിച്ചുണ്ടാക്കിയ ഒരു സംവിധാനമായിരുന്നു അത്. ഈ പ്രത്യേക ട്രൈബ്യൂണലിന് മുന്നിൽ ഹാജരാകുന്നത് മരണത്തിന് സ്വയം തലവെച്ചു കൊടുക്കുന്നതിന് തുല്യമാണെന്ന് ഭഗത് സിംഗിന് അറിയാമായിരുന്നു. ഈ വിചാരണ ഒരു പ്രഹസനമാണെന്നും വിധി നേരത്തെ തന്നെ എഴുതിവെച്ചതാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഈ കപട നീതിന്യായ നാടകത്തിൽ ഒരു കഥാപാത്രമാകാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിനും കൂട്ടരും ട്രൈബ്യൂണലിൻ്റെ നടപടികൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അവർ കോടതിയിൽ ഹാജരാകാൻ വിസമ്മതിച്ചു. ബലം പ്രയോഗിച്ച് അവരെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ വിചാരണയിൽ സഹകരിക്കാതെ രാജ്യസ്നേഹപരമായ ഗാനങ്ങൾ പാടുകയും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽമേ ഹേ, അഥവാ അർപ്പണത്തിൻ മോഹം ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്ന ഗാനം അവരുടെ ചുണ്ടുകളിൽ നിന്ന് നിരന്തരം ഒഴുകിക്കൊണ്ടിരുന്നു. ജഡ്ജിമാർ സംസാരിക്കുമ്പോൾ അവർ തിരിഞ്ഞിരിക്കും. ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അവർ ചിരിക്കും. അവരുടെ ഈ നിസ്സഹകരണം ട്രിബ്യൂണലിനെ ശരിക്കും ചൊടിപ്പിച്ചു. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഭഗത് സിംഗിനെയും പ്രധാനപ്പെട്ട മറ്റു പ്രതികളെയും കോടതിയിൽ കൊണ്ടുവരാതെ തന്നെ വിചാരണ നടത്താൻ ട്രിബ്യൂണൽ തീരുമാനിച്ചു. ഒരു പ്രതിയുടെ അസാന്നിധ്യത്തിൽ അവരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുക എന്നത് ലോകത്തിലെ ഒരു നിയമവ്യവസ്ഥയിലും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. പക്ഷേ ബ്രിട്ടീഷ് സാമ്രാജ്യം ആ നിയമവും ലംഘിച്ചു. അങ്ങനെ ഭഗത് സിംഗ് എന്ന വിപ്ലവകാരി ജയിലിലെ തൻ്റെ ചെറിയ സെല്ലിൽ അടയ്ക്കപ്പെട്ടു. പുറത്ത് അദ്ദേഹത്തിൻ്റെ വിധി തീരുമാനിക്കുന്ന നാടകം അരങ്ങേറിക്കൊണ്ടിരുന്നു. പുറം ലോകവുമായുള്ള ബന്ധം ഏതാണ്ട് പൂർണ്ണമായി നിലച്ച ആ ദിവസങ്ങളിൽ ഭഗത് സിംഗ് എന്തു ചെയ്യുകയായിരുന്നു? അദ്ദേഹം നിരാശനായി മരണത്തെ കാത്തിരിക്കുകയായിരുന്നു? അല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സർഗാത്മകമായ കാലഘട്ടമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമാണ് തടവിലാക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സ്വതന്ത്രമായി പറന്നുയരുകയായിരുന്നു. അദ്ദേഹം വായിച്ചുകൊണ്ടേയിരുന്നു. മാർക്സും ഏംഗൽസും ലെനിനും ട്രോട്സ്കിയും ബർട്രാൻഡ് റസലുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ചെറിയ സെല്ലിലെ സഹയാത്രികരായി. അദ്ദേഹം കുറിപ്പുകൾ എഴുതി, ഒരു ഡയറി സൂക്ഷിച്ചു. പിന്നീട് ജയിൽ നോട്ട്ബുക്ക് എന്ന പേരിൽ പ്രശസ്തമായ ആ ഡയറി അദ്ദേഹത്തിൻ്റെ പരന്ന വായനയുടെയും ആയത്തിലുള്ള ചിന്തയുടെയും തെളിവാണ്. ഈ സമയത്താണ് അദ്ദേഹം തൻ്റെ ഏറ്റവും പ്രശസ്തമായ ആ ലേഖനം എഴുതുന്നത്, ഞാൻ എന്തുകൊണ്ട് ഒരു നിരീശ്വരവാദിയായി എന്ന്. ജയിലിൽ ഒപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഒരു പക്ഷേ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഭഗത് ദൈവത്തിൽ വിശ്വസിച്ചേക്കും എന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദം എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിൽ നിന്ന് വന്ന ഒരുതരം അഹങ്കാരമാണോ എന്നും ആ സുഹൃത്ത് സംശയം പ്രകടിപ്പിക്കുന്നു. ഈ ചോദ്യം ഭഗത് സിംഗിനെ ചിന്തിപ്പിക്കുന്നു. താൻ എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തത് എന്ന് വ്യക്തമാക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിൻ്റെ ഫലമായിരുന്നു ആ ലേഖനം. അതിലദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, തൻ്റെ നിരീശ്വരവാദം പെട്ടെന്നുണ്ടായ ഒന്നല്ല, അത് വർഷങ്ങളുടെ വായനയുടെയും ചിന്തയുടെയും യുക്തിയുടെയും ഫലമാണ്. ഒരു സർവശക്തനും സർവജ്ഞാനിയും കാരുണ്യവാനുമായ ഒരു ദൈവമുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തിനാണ് ഇത്രയധികം ദുരിതങ്ങളും ദാരിദ്ര്യവും അസമത്വങ്ങളും? ഒരു കുഞ്ഞ് ജനിക്കുന്നത് തന്നെ പട്ടിണിയിലേക്കും രോഗത്തിലേക്കുമാണെങ്കിൽ അതിന് എന്ത് ന്യായീകരണമാണുള്ളത്? ദൈവവിശ്വാസം പലപ്പോഴും മനുഷ്യനെ വിധിയെ പഴിക്കാനും സ്വന്തം അവസ്ഥയെ മാറ്റാൻ ശ്രമിക്കാതെ എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് നിഷ്ക്രിയനായിരിക്കാനും പ്രേരിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയിലും മനുഷ്യന് അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലുമാണ് വിപ്ലവത്തിൻ്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. ആ ലേഖനം തൂക്കുമരത്തെ കാത്തിരിക്കുന്ന ഒരു 23 വയസ്സുകാരൻ്റെ ചിന്താപരമായ വ്യക്തതയുടെയും ധൈര്യത്തിൻ്റെയും ഏറ്റവും വലിയ അടയാളമായി ഇന്നും നിലനിൽക്കുന്നു. അങ്ങനെ ഭഗത് സിംഗ് വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്ത് മുഴുകിയിരിക്കുമ്പോൾ പുറത്ത് പ്രത്യേക ട്രൈബ്യൂണൽ അതിൻ്റെ ഏകപക്ഷീയമായ വിചാരണ പൂർത്തിയാക്കുകയായിരുന്നു. 1930 ഒക്ടോബർ 7 ട്രൈബ്യൂണൽ അതിൻ്റെ 688 പേജുള്ള വിധിന്യായം പ്രഖ്യാപിക്കുന്നു. വിധി എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റാൻ വിധിച്ചു. മറ്റു പ്രതികളായ കിഷോറിലാൽ, മഹാബീർ സിംഗ്, വിജയ് കുമാർ സിൻഹ, ശിവവർമ്മ, ഗയാ പ്രസാദ്, ജയ്ദേവ് കപൂർ,
കമൽനാഥ് തിവാരി എന്നിവർക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. ബടുകേശ്വർ ദത്തിന് അസംബ്ലി ബോംബ് കേസിൽ നേരത്തെ തന്നെ ജീവപര്യന്തം കിട്ടിയിരുന്നതിനാൽ ഈ കേസിൽ നിന്നും ഒഴിവാക്കി. വിധിപ്പകർപ്പുമായി ജയിൽ വാർഡൻ ഭഗത് സിംഗിന്റെ സെല്ലിലേക്ക് വരുമ്പോൾ അദ്ദേഹം തികച്ചും ശാന്തനായി ഒരു പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു. ചില ചരിത്രകാരന്മാർ പറയുന്നത് അത് ലെനിന്റെ ജീവചരിത്രമായിരുന്നു എന്നാണ്. വാർഡൻ വിധി വായിച്ചു കേൾപ്പിച്ചു. നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. വാർത്ത കേട്ട് ഭഗത് സിംഗ് പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്തിയില്ല. അദ്ദേഹം ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ശേഷം ഒരു ഭാവഭേദവുമില്ലാതെ അദ്ദേഹം തൻ്റെ വായന തുടർന്നു. മരണമെന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ ഒട്ടും ഭയപ്പെടുത്തിയില്ല. കാരണം അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിച്ചത് അത് അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. രാജ്യത്തെ യുവാക്കളുടെ മനസ്സിൽ അദ്ദേഹം വിപ്ലവത്തിൻ്റെ ഒരു തീപ്പൊരി വീഴ്ത്തിക്കഴിഞ്ഞിരുന്നു. ഇനി താൻ തൂക്കിലേറ്റപ്പെട്ടാൽ ആ തീപ്പൊരി ഒരു കാട്ടുതീയായി പടരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമേ ബ്രിട്ടീഷുകാർക്ക് കൊല്ലാൻ കഴിയൂ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇൻകിലാബ് സിന്ദാബാദ് എന്ന ആ മുദ്രാവാക്യം ഈ രാജ്യത്ത് എക്കാലവും ജീവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തൂക്കുമരത്തിലേക്കുള്ള വിധി കേട്ട് പുഞ്ചിരിയോടെ പുസ്തകം വായന തുടർന്ന ആ ചെറുപ്പക്കാരൻ മരണത്തെപ്പോലും തോൽപ്പിച്ചു കളയുകയായിരുന്നു. തൂക്കുമരത്തിലേക്കുള്ള വിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ദിനങ്ങൾ എണ്ണപ്പെട്ടു. ലാഹോർ സെൻട്രൽ ജയിലിലെ 14 നമ്പർ സെല്ലിൽ ഭഗത് സിംഗ് തൻ്റെ അവസാന നാളുകൾ ചെലവഴിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയത്തിൻ്റെയോ നിരാശയുടെയോ ഒരു കണിക പോലുമില്ല. അദ്ദേഹത്തിന് അറിയാം തൻ്റെ ശാരീരികമായ അന്ത്യം അടുത്തുവന്ന്. പക്ഷെ അത് അദ്ദേഹത്തെ അലട്ടുന്നില്ല. കാരണം ഒരു വിപ്ലവകാരിയുടെ ജീവിതം അളക്കേണ്ടത് അദ്ദേഹം എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, മറിച്ച് ആ ജീവിതം കൊണ്ട് സമൂഹത്തിൽ എന്ത് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നതിലാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹം തൻ്റെ അവസാന നിമിഷങ്ങൾ വരെ വായനയിലും എഴുത്തിലുമായി മുഴുകി. മരണത്തെക്കുറിച്ചോർത്ത് വിലപിക്കുന്നതിനു പകരം അറിവ് നേടാനും തൻ്റെ ചിന്തകളെ മൂർച്ച കൂട്ടാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. വിധിക്ക് ശേഷം രാജ്യം മുഴുവൻ ഇളകിമറിയുകയായിരുന്നു. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരുടെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും മുറവിളി ഉയർന്നു. പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു, ഹർത്താലുകൾ ആചരിച്ചു. ഗാന്ധിജി അടക്കമുള്ള നേതാക്കൾക്കുമേൽ വലിയ സമ്മർദ്ദമുണ്ടായി. വൈസ്രോയി ഇർവിനുമായി ഗാന്ധിജി ഒരു സന്ധി സംഭാഷണം നടത്തുന്ന സമയമായിരുന്നു അത്. ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും മോചനം ആ ചർച്ചയിലെ ഒരു പ്രധാന വിഷയമാക്കണമെന്ന് രാജ്യത്തെ യുവജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ഗാന്ധിജി വൈസ്രോയിയോട് ഈ വിഷയം സംസാരിച്ചുവെങ്കിലും വധശിക്ഷ റദ്ദാക്കണമെന്ന ഒരു ഉറച്ച നിലപാട് അദ്ദേഹം എടുത്തില്ലെന്നാണ് പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത്. അതൊരു വിവാദ വിഷയമായി ഇന്നും നിലനിൽക്കുന്നു. എന്തായാലും ബ്രിട്ടീഷ് സർക്കാർ ഒരടി പോലും പിന്നാട്ടു പോകാൻ തയ്യാറായിരുന്നില്ല. ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത് അവരുടെ സാമ്രാജ്യത്വ അഹങ്കാരത്തിൻ്റെ ഒരു പ്രതീകമായി അവർ കണ്ടു. തൂക്കിലേറ്റുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 1931 മാർച്ച് 3 ഭഗത് സിംഗിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അനുവാദം ലഭിച്ചു. ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനിയൻ കുൽബീർ സിംഗ് പിന്നീട് എഴുതിയിട്ടുണ്ട്. അവർ സെല്ലിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭഗത് സിംഗ് ഉറക്കെ ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മേ, എന്തിനാണ് കരയുന്നത്? ഞാൻ ഈ രാജ്യത്തിനു വേണ്ടിയാണ് എൻ്റെ ജീവൻ നൽകുന്നത്. അമ്മ ഒരു വിപ്ലവകാരിയുടെ അമ്മയാണ്, ധൈര്യമായിരിക്കണം. ആ വാക്കുകൾ കേട്ട് ആ അമ്മയുടെ ഹൃദയം പിടഞ്ഞുപോയിരിക്കാം. പക്ഷേ മകൻ്റെ ധൈര്യത്തിനു മുന്നിൽ അവർ തളർന്നില്ല. അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളോട് തമാശകൾ പറഞ്ഞു, അവരെ ചിരിപ്പിച്ചു. അതൊരു അവസാന കൂടിക്കാഴ്ചയാണെന്ന് ആർക്കും തോന്നാത്ത വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. തൂക്കിലേറ്റുന്നതിന് 2 മണിക്കൂർ മുൻപ് ഭഗത് സിംഗിന്റെ വക്കീലായ പ്രണബ് നാഥ് മേത്ത അവനെ കാണാനെത്തി. അപ്പോൾ ഭഗത് സിംഗ് ലെനിന്റെ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. മേത്ത ചോദിച്ചു, രാജ്യത്തോട് പറയാൻ എന്തെങ്കിലും സന്ദേശമുണ്ടോ? പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ഭഗത് മറുപടി പറഞ്ഞു, 2 സന്ദേശങ്ങൾ. സാമ്രാജ്യത്വം തുലയട്ടെ, ഇൻകുലാബ് സിന്ദാബാദ്. ശേഷം അദ്ദേഹം വക്കീലിനോട് പറഞ്ഞു, ലെനിന്റെ ഈ പുസ്തകം വായിച്ചു തീർക്കാൻ എനിക്ക് കുറച്ചു സമയം കൂടി തന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. മരണത്തിന് തൊട്ടുമുൻപും ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൻ്റെ ദൃഢത എത്ര വലുതായിരിക്കും. 1931 മാർച്ച് 24 രാവിലെയായിരുന്നു അവരുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ രാജ്യത്തെ ജനങ്ങളുടെ രോഷം ബ്രിട്ടീഷ് സർക്കാർ ഭയന്നു.
ശിക്ഷ നടപ്പാക്കുന്ന ദിവസം ജയിലിന് പുറത്ത് വലിയ ലഹളയുണ്ടാകുമെന്നവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവർ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ദിവസമെത്താൻ കാത്തുനിൽക്കാതെ തലേ ദിവസം വൈകുന്നേരം തന്നെ ശിക്ഷ നടപ്പാക്കാൻ രഹസ്യമായി തീരുമാനിച്ചു. 1931 മാർച്ച് 23 വൈകുന്നേരം 7:30 മണിക്ക്. സാധാരണയായി വധശിക്ഷ നടപ്പാക്കുന്നത് പുലർച്ചെയാണ്. പക്ഷേ ഭഗത് സിംഗിനെയും കൂട്ടരെയും കൊല്ലാൻ ബ്രിട്ടീഷ് നിയമം പോലും വഴിമാറി. ജയിലധികൃതർ അവരുടെ സെല്ലുകളിലേക്ക് വരുന്നു. ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നീ 3 ചെറുപ്പക്കാരോടും തയ്യാറാകാൻ അവർ പറയുന്നു. ആ 3 സിംഹങ്ങളും ഒരു ഭാവഭേദവുമില്ലാതെ എഴുന്നേൽക്കുന്നു. അവർ പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നു. എന്നിട്ട് തങ്ങളുടെ സെല്ലുകളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർ 3 പേരും ചേർന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. ഇൻകുലാബ് സിന്ദാബാദ്, സാമ്രാജ്യത്വം തുലയക്കെ. ആ ശബ്ദം ജയിലിന്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. തൂക്കുമരത്തിലേക്ക് നടന്നു പോകുമ്പോഴും അവർ തങ്ങളുടെ പ്രിയപ്പെട്ട ഗാനം പാടുന്നുണ്ടായിരുന്നു. മേരാ രംഗ് ദേ ബസന്തി ചോല, എന്നാൽ എന്റെ കുപ്പായത്തിന് വിപ്ലവത്തിന്റെ നിറം നൽകൂ. തൂക്കുമരത്തിനടുത്തേക്ക് അവരെത്തുമ്പോൾ നിയമപ്രകാരം അവരുടെ മുഖം കറുത്ത തുണികൊണ്ട് മൂടാൻ ആരാച്ചാർ ശ്രമിക്കുന്നു. എന്നാൽ അവർ 3 പേരും അത് നിരസിച്ചു. ഞങ്ങൾ ഭയന്നിട്ടില്ല, ഞങ്ങളുടെ മുഖം മറയ്ക്കേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞു. അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പരസ്പരം ഒന്ന് കെട്ടിപ്പിടിക്കണം. ആ അനുവാദം ലഭിച്ചപ്പോൾ ആ 3 സഖാക്കളും അവസാനമായി പരസ്പരം ആലിംഗനം ചെയ്തു. എന്നിട്ട് ഓരോരുത്തരായി പുഞ്ചിരിച്ചുകൊണ്ട് തൂക്കുകയറിലേക്ക് തലയിട്ട് കൊടുത്തു. അവർ സ്വന്തം കൈകളാൽ ആ കയറുകളെടുത്ത് കഴുത്തിലണിഞ്ഞ് ചുംബിച്ചു. ആരാച്ചാർ ലിവർ വലിക്കുന്നതിന് തൊട്ടു മുൻപ് അവരുടെ ജീവിതത്തിലെ അവസാനത്തെ ശ്വാസത്തിലും ആ മുദ്രാവാക്യം മുഴങ്ങി, ഭാരത് മാതാ കി ജയ്. 23 വയസ്സു മാത്രം പ്രായമുള്ള ആ 3 തീപ്പന്തങ്ങൾ ചരിത്രത്തിലേക്ക് അലിഞ്ഞു ചേർന്നു. പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും ബ്രിട്ടീഷ് സർക്കാർ അവരെ ഭയക്കുന്നുണ്ടായിരുന്നു. അവരുടെ മൃതദേഹങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. കാരണം ആ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്ര ഒരുപക്ഷെ ബ്രിട്ടീഷ് ഭരണത്തെ തന്നെ കത്തിച്ചാമ്പലാക്കുന്ന ഒരു വിപ്ലവത്തിന് തിരികൊളുത്തുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് രാത്രിയുടെ മറവിൽ ജയിലിൻ്റെ പിൻവശത്തെ മതിൽ പൊളിച്ച് അവർ ആ 3 മൃതദേഹങ്ങളും ഒരു ട്രക്കിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോയി. സത്ലജ് നദിയുടെ കരയിലുള്ള ഹുസൈനിവാല എന്ന സ്ഥലത്ത് വെച്ച് മണ്ണെണ്ണയൊഴിച്ച് അവർ ആ മൃതദേഹങ്ങൾ തിടുക്കത്തിൽ കത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ മുഴുവനായി കത്തുന്നതിന് മുൻപ് തന്നെ നേരം വെളുത്തു തുടങ്ങിയിരുന്നു. വെപ്രാളത്തിൽ പാതിവെന്ത ആ ശരീരഭാഗങ്ങൾ അവർ സത്ലജ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് സ്ഥലം വിട്ടു. പിറ്റേന്ന് രാവിലെ ഗ്രാമീണരാണ് പാതി കരിഞ്ഞ ആ ശരീരങ്ങൾ കണ്ടെത്തുന്നത്. ഭഗത് സിംഗിനെയും സഖാക്കളെയും ബ്രിട്ടീഷുകാർ എത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ അനാദരവ്. ഈ വാർത്തയറിഞ്ഞ് രാജ്യം നടുങ്ങി. രോഷം അണപൊട്ടിയൊഴുകി. ഭഗത് സിംഗ് എന്ന വ്യക്തി മരിച്ചിരിക്കാം, പക്ഷേ ഭഗത് സിംഗ് എന്ന ആശയം, ഒരിതിഹാസം അവിടെ ജനിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം ഒരവസാനമായിരുന്നില്ല, അതൊരു തുടക്കമായിരുന്നു. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ സിരകളിൽ അദ്ദേഹം ഒരു ആവേശമായി പടർന്നു കയറി. ഭഗത് സിംഗ് എന്നത് ധൈര്യത്തിൻ്റെ പര്യായമായി മാറി. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വീടുകളിൽ ആരാധനാപാത്രങ്ങളായി. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ഓരോ ഇന്ത്യക്കാരൻ്റെയും മുദ്രാവാക്യമായി. വെറും 23 വർഷം കൊണ്ട് അദ്ദേഹം ജീവിച്ചു തീർത്തത് ഒരു സാധാരണ ജീവിതമായിരുന്നില്ല, അതൊരു അഗ്നി പോലെയായിരുന്നു. സ്വയം എരിഞ്ഞടങ്ങി ഒരു ജനതയുടെ മുഴുവൻ മനസ്സിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം നിറച്ച അഗ്നി. മരണത്തിന് ശേഷവും ഭഗത് സിംഗ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ലളിതമാണ്. അനീതി എവിടെയുണ്ടോ, അസമത്വം എവിടെയുണ്ടോ, അവിടെയെല്ലാം അതിനെതിരെ പോരാടുന്ന ഓരോ യുവത്വത്തിലും ഭഗത് സിംഗിൻ്റെ ഒരു അംശമുണ്ട്. അതുകൊണ്ടാണ് ഇന്നും, ഒരു നൂറ്റാണ്ടിനിപ്പുറവും, ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന ആ ശബ്ദം ഇന്ത്യയുടെ ആകാശത്ത് മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ 23ാമത്തെ വയസ്സിൽ ഒരു സാമ്രാജ്യത്തെ വിറക്കിപ്പിച്ച ആ വിപ്ലവ നായകൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അല്ല, അവസാനിക്കുന്നില്ല. ഓരോ തവണ നമ്മൾ ഈ കഥ ഓർക്കുമ്പോഴും അത് നമ്മളിൽ വീണ്ടും ആരംഭിക്കുന്നു. ഭഗത് സിംഗ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്വാതന്ത്ര്യമെന്നത് എത്ര വില കൊടുത്ത് നേടിയെടുത്തതാണെന്നും അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഭയരഹിതരായിരിക്കാനാണ്, ചോദ്യങ്ങൾ ചോദിക്കാനാണ്, അനീതിക്കെതിരെ ശബ്ദമുയർത്താനാണ്. ഇനി ഈ രാത്രിയുടെ നിശബ്ദതയിൽ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ പതിയെ അലിയട്ടെ.
ആ ധീരരായ ചെറുപ്പക്കാരുടെ ത്യാഗത്തെക്കുറിച്ച് ഒരു നിമിഷം ഓർക്കാം. അവർ സ്വപ്നം കണ്ട ഇന്ത്യയെക്കുറിച്ച് നമുക്കും സ്വപ്നം കാണാം. ചൂഷണങ്ങളില്ലാത്ത എല്ലാവരും തുല്യരായ ഒരു ലോകം. ആ നല്ല സ്വപ്നങ്ങൾ നിങ്ങളെ ഒരു സുഖനിദ്രയിലേക്ക് നയിക്കട്ടെ. കണ്ണുകളടച്ച് ശാന്തമായി ഉറങ്ങുക. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.